എബോയായിട്ട് കല്യാണം കഴിക്കാത്ത സ്ത്രീകൾ, ഭർത്താവ് മരിച്ച സ്ത്രീകൾ, ഡിവോഴ്സ് ആയിട്ടുള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ രണ്ടാം ഘട്ടം എന്നുള്ളൊരു പദപ്രയോഗമാണ് വരികയാണ്. അതൊരു മാറ്റം എത്ര ശ്രമിച്ചാലും പറ്റുന്നില്ല. ഡിവോഴ്സി എന്നുള്ള രീതിയിൽ, അതായത് രണ്ട് കുട്ടികളായിട്ട് ഡിവോഴ്സ് ആയിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്ത്രീ ഫേസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ യു വോണ്ട് അണ്ടർസ്റ്റാൻഡ്. അതല്ല ചേട്ടാ, അല്ല, ഇത് ക്രിയേറ്റഡ് ആയിട്ടുള്ള ഇതാണ്. കാരണം ഞാൻ മാത്രമല്ലേ അറിയുള്ളൂ. ഞാനും ഒക്കെ നല്ലൊരു ലൈഫ് ആഗ്രഹിച്ചു, കുറച്ച് പക്വതയിലുള്ള ഒരാൾ ആഗ്രഹിച്ചു. ഇപ്പൊ എന്താവും, അവർക്ക് റീച്ച് കിട്ടാൻ ഏറ്റവും ഈസിയസ്റ്റ് വഴി എന്ന് പറഞ്ഞാൽ സംതിങ് വൾഗർ. 10 പ്രാവശ്യം കിളവാന്ന് വിളിക്കും. ദിവ്യയുടെ അഴിഞ്ഞാട്ടം നടു റോഡിൽ. പക്ഷേ ഒരു സ്ത്രീയെ അപമാനിക്കുന്നത് അത് സൈബർ അല്ല, സൈബറുടെ അച്ഛനായാലും ശരി, അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലായാലും ശരി, അതിന് നിയമമുണ്ട്. ഇനി നമുക്കൊരു ഗെയിം സെക്ഷനിൽ പോവാം. ഇതിന് ബുദ്ധി വേണ്ട. അയ്യോ, അതില്ല. കട്ട് ചെയ്യണ്ട. കല്യാണം കഴിക്കാനൊക്കെ വേണം ചേട്ടാ. അയ്യേ, അതുപോലത്തെ ക്വസ്റ്റ്യൻസ് കൊടുക്കണം. അങ്ങനെ പോണേ. അല്ല, കയ്യിലല്ലേ കിസ് ചെയ്യണേ ചോദിച്ചു. കുഞ്ഞുമോളെ, അവൻ കമന്റ് ചെയ്ത് എന്താണെന്നറിയോ? നിക്ക്, ഞാൻ വായിച്ചു തരാം. ഒരു 55 കമന്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ട മനസ്സിൽ? അതുണ്ടെങ്കിൽ പറയാത്. എന്താ കാണേണ്ടത്? അമ്മയടുത്ത് ചോദിച്ചാ കാണിച്ചു തരില്ലേ? വീട്ടില് അച്ഛന് കാണിച്ചു തരും. കൂടി പോകുന്നതാ. തലയുണ്ട്, കഴുത്തി. സിമ്പിൾ. കഴുത്തുണ്ട്, തലയില്ല. ശീല. എന്റെ കൊച്ചു മുതലാളി മറ്റേ റോഡറും കൊണ്ട് താമരശ്ശേരി മഴ പാടും കുളിരായി വന്നതാരോ ഇവളോ. എന്റെ മനുഷ്യ പ്രേമിക്കാൻ തോന്നുന്നു. നമസ്കാരം ഗൈസ്, വെൽക്കം ടു ചായ് ടോക്സ് വിത്ത് വൈബഗുഡ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള അതിഥികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടിവേഷൻ, ഹോണസ്റ്റി, കോൺട്രവേഴ്സി, ഒരു വൈറൽ കോമ്പോടുകൂടി ഭയങ്കര സൂപ്പർ പവർ ആയിട്ടുള്ള 2 പേഴ്സണാലിറ്റീസ് ആണ്. അതിൽ ഒരു ആളാണെന്നുണ്ടെങ്കിൽ ഫിയർലെസ് മൈൻഡ് ടോക്ക് ആണ്. ആൻഡ് അതർ പേഴ്സൺ ഇസ് ലൈക്ക് കാം തന്നെ ഒരു സൂപ്പർ പവർ എന്നുള്ള രീതിയിൽ കൊണ്ടുനടക്കുന്നതാണ്. കൂടുതൽ ഇന്റർവ്യൂയിലേക്ക് നിങ്ങൾ വരുമ്പോൾ മനസ്സിലാവും ഈ 2 വ്യക്തിത്വങ്ങൾ ആരാന്നുള്ളത്. അപ്പം ജേർണി ഓഫ് ലവ്, ജേർണി ഓഫ് സ്ട്രഗിൾ, ജേർണി ഓഫ് വിൻ. സോ ജസ്റ്റ് ബക്കിൾ അപ്പ് ഗൈസ്. മേ ബി ഇതൊരു കോൺട്രവേഴ്സി ടോക്ക് ആവാം, അതിൽ കുറെ ഇമോഷൻസ് ഉണ്ടാവാം, ആൻഡ് ഫൺ ഐറ്റംസ് ഉണ്ടാവാം, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. സോ ക്രിസ് വേണുഗോപാൽ ആൻഡ് ദിവ്യ ക്രിസ് വേണുഗോപാൽ, താങ്ക് യു. നമസ്കാരം. ഞാൻ നേരത്തെ ഓൾറെഡി ചോദിച്ചു. അല്ല, തുടക്കത്തിൽ തന്നെ അതും കൂടെ കറക്റ്റ് ചെയ്തേക്കാം. ദിവ്യ ശ്രീധർ. Because I never want her to have a different individuality. ഞാൻ ആരെ ഇഷ്ടപ്പെട്ടോ അവരായിട്ട് തന്നെ ഇരിക്കണം. Okay, fine. So ആ ഒരു ബാക്കിയുള്ള പേജ് വേണ്ട. Fine. ശരി, okay. ആദ്യം ആര് എപ്പോ എങ്ങനെ പ്രേമം മുട്ടിട്ടു? പ്രേമം മുട്ടിട്ടേ ഇല്ല. സ്ട്രേറ്റ്. ബിക്കോസ് വളരെ എന്താ പറയുക, ബൈ ചാൻസ് ഒരു ക്യാരക്ടർ വേറൊരാൾ ചെയ്ത് അത് ശരിയായില്ല. അതിന് പകരമായിട്ട് ഒരാൾ 19-ാം തീയതി വരുന്നു. ഞാനൊക്കെ ഒരു കുഞ്ഞു ഉടുപ്പിട്ടിട്ട് ഒരു കൊച്ചുകുട്ടി കിടന്ന് തുള്ളിച്ചാടിയൊക്കെ കയറി പോണു. ശരി, ഓക്കെ. ഞാൻ എൻ്റെ ഐ വാസ് ഇൻ മൈ ഓൺ വേൾഡ്. എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അനിയത്തിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഇവരവിടെ നിന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ആ സൈഡിൽ അവർ കണ്ട ഞങ്ങൾക്കുണ്ട് ബ്രദേഴ്സ് ഇതാ കിടക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇവർ കമൻ്റ് അടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് കുഞ്ഞുമോക്ക് കൈക്ക് വയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ബീങ് എ പ്രാക്ടീഷണർ NLP ചെയ്ത് ആ വേദന എടുത്ത് കളഞ്ഞു, ജസ്റ്റ് ടു പ്രൂവ് ദാറ്റ് ഇറ്റ് ഇസ് ഓൾ ഇൻ ദ മൈൻഡ്. അപ്പോൾ അത് കഴിഞ്ഞപ്പം ഞങ്ങൾ അങ്ങനെ സംസാരിച്ചു. 20th ആയപ്പോൾ അനിയത്തി പോയി. അത് കഴിഞ്ഞ് ഒരു 6 days ഇടയ്ക്ക് ഗുഡ് മോർണിംഗ്, സുഖമാണോ, കഴിച്ചോ, അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 26-ാം തീയതിക്ക് കോളിൽ സംസാരിച്ച് കഴിഞ്ഞപ്പം ഷീ സെഡ് എനിക്ക് തീർത്ഥയാത്ര പോകണം, ഇങ്ങനെ വലിയ അമ്പലങ്ങളായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ, ഒരു ഡ്രൈവറായിട്ട് വേണമെങ്കിൽ ഞാൻ കൂടെ വരാം. അപ്പോൾ ഡ്രൈവറായിട്ടൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ടോക്ക് വന്നു. അപ്പം അങ്ങനെ ടോക്ക് വന്നു കഴിഞ്ഞപ്പം ഞാനറിയാതെ അവിടെ പാരലായിട്ട് എൻ്റെ അനിയത്തി എടുത്ത് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കണം, അവിടെ ചാറ്റ് ചെയ്യണം, ചാറ്റ് ചെയ്യണം, അങ്ങനെ ഇതാണ്. അപ്പോൾ ചാറ്റ് ചെയ്തപ്പോൾ
ഏട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കണ്ണൂർ സ്റ്റൈലിൽ അങ്ങ് പറഞ്ഞു. അത് അനിയത്തിക്ക് കയറി അങ്ങ് കൊണ്ടു. എൻ്റെ ആ ഏട്ടൻ നീ വേണേ കല്യാണം കഴിച്ച് ഭാര്യ അയക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെന്താന്ന് ചോദിച്ചു. ഐ ഡിഡ്ന്റ് ഹാവ് എ റീസൺ ടു കം ഹോം, സോ ഐ നീഡഡ് എ ഗുഡ് റീസൺ ടു കം ഹോം. അതായിരുന്നു കുഞ്ഞുമോളുടെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഐ സെഡ് യെസ്. അടുത്ത ദിവസം വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. വീട്ടിൽ കൊണ്ടുപോയി അമ്മയും അച്ഛനെയും കാണിച്ചു കൊടുത്തു. ഇതാണ് കുട്ടി, 2 കുട്ടികളുണ്ട്, എനിക്ക് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഇനി വരാമെന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ നേരെ കരിക്കകം ക്ഷേത്രത്തിൽ പോയി അമ്മ ഒരു സാരി കൊടുത്ത് ഒരു നിശ്ചയം പോലെ അത് ഫിക്സ് ചെയ്തു. അപ്പോൾ കുഞ്ഞുമോള് പറഞ്ഞു നമുക്ക് ഡിസംബറിൽ കല്യാണം കഴിക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തിനാ ഡിസംബർ വരെയൊക്കെ വെയിറ്റ് ചെയ്യണം, ഒക്ടോബർ ആവാലോ. അങ്ങനെ ഒക്ടോബറിൽ ഫിക്സ് ചെയ്തു, കല്യാണം കഴിച്ചു. ആൻഡ് ദ റെസ്റ്റ് ഇസ് ഹിസ്റ്ററി. ഇറ്റ്സ് അബൌട്ട് ഇയർ ആൻഡ് ക്വാർട്ടർ നൗ. ഒക്ടോബറിൽ 1 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഡിസംബറായി, അടുത്ത വർഷം വരുന്നു. ഞങ്ങൾക്കിപ്പോഴും ഇന്നലെ ഞങ്ങൾ ഗുരുവായൂർ കല്യാണം കഴിച്ച് വന്നായിട്ടേ തോന്നുള്ളൂ. അതെ, ഞാൻ കാറിൽ കുറച്ച് നേരത്തെ ഇങ്ങനത്തെ ഒരു ട്രാവലിൽ എനിക്ക് മനസ്സിലായി ആ ഒരു ലൈക്ക് ന്യൂലി മാരീഡ് ആയിട്ടുള്ള ഒരു പലർക്കും അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. കുറച്ചും കൊണ്ട് കഴിയുമ്പോൾ പലരും പറയുന്ന ഒരു വാക്കാണ് ഒരു ലൈക്ക് ആദ്യത്തെ പുതുമോടിയിലെ കല്യാണം എന്ന് പറയുന്നുണ്ടാവുന്ന സമയത്ത് പിന്നെ കുറഞ്ഞു വരുന്നു. അല്ല, അത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ ഇന്റർവ്യൂവിന് ആൾക്കാർ കമൻറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് മോശം കമൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ 3 ദിവസം എൻ്റെ അടുത്ത് സംസാരിക്കില്ല. കാരണം അത് ആലോചിച്ചുകൊണ്ടിരിക്കും. സംസാരിക്കും, പക്ഷെ സങ്കടം ഉണ്ടാവുന്നേ ഉള്ളൂ. സംസാരിക്കും, 1 മിനിറ്റ് സംസാരിക്കാണ്ട് നിൽക്കൂല. അത് ഇങ്ങനെ സംസാരിച്ച പോലെ ആവില്ല. ബാറ്ററി ലോ ആയിരിക്കും. അപ്പൊ ബാറ്ററി ലോ ആകുമ്പോൾ ഇങ്ങനെയാവും, നെറ്റ് ചുളിയും. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയാം അപ്പൊ എന്താ പറ്റി, എന്താ ആലോചിക്കണം. ഒന്നും ആലോചിച്ചില്ല. ഓക്കെ, ഒന്നും ആലോചിച്ചില്ല. ബാക്കി എനിക്ക് മനസ്സിലാവും. ഒന്നും ആലോചിക്കുന്നില്ല എന്നറിയാം. പിന്നെ എപ്പോഴും കുഞ്ഞുമോളായിട്ട് തന്നെ ഇരിക്കണം, അത്രേ ഉള്ളൂ. ലെറ്റ് ഹർ ബി ഹെർസെൽഫ്. അത്രേ ഞാൻ ആലോചിച്ചുള്ളൂ. അപ്പോൾ ഞാനും കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം, അതായത് വൈഫ് ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ വൈഫ് ഭർത്താവിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മാറണം. ഇപ്പൊ പൊതുവെ കല്യാണം കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു വിടുമ്പോൾ അമ്മമാരും അവന് വേണ്ടി അത് ചെയ്യണം, അവന്റെ അടുത്ത് 3 ദിവസമായിട്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ മുടി ഷോർട്ടായിട്ട് കട്ട് ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞു കട്ട് ചെയ്തോ. എന്നിട്ട് ഞാൻ ഒരു കഥ പറഞ്ഞു കൊടുത്തു. ഒരു ഭാര്യ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ ഷോർട്ട് ഹെയർ ആക്കിയാൽ കൊള്ളാമായിരിക്കും. കട്ട് ചെയ്തു. പക്ഷെ ഫ്രണ്ട്സൊക്കെ പറയണു ലോങ് ഹെയർ എന്നല്ല. ഇല്ല, എന്നാൽ കട്ട് ചെയ്യണ്ട. പക്ഷെ ഷോർട്ടാകുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമോ, എന്നാൽ കട്ട് ചെയ്തു. പക്ഷെ അതിനിപ്പോൾ വളർന്നില്ലെങ്കിലോ, എന്നാൽ കട്ട് ചെയ്യണ്ട. ഇപ്പം ഹസ്ബൻഡ് ഭ്രാന്താശുപത്രിയില്ല. കട്ട് ചെയ്തോ. ആ അവസ്ഥയാണ്. അതായത് എൻ്റെ അടുത്ത് പെർമിഷൻ ചോദിക്കേണ്ട കാര്യമില്ല. കുഞ്ഞുമോക്ക് മുടി വെട്ടണോ, ഷിക്കാൻ എക്സ്റ്റൻഷൻ വെക്കണോ, വെക്കാൻ ലിപ്സ്റ്റിക് ഇടണോ, ഇടാം. ഇട്ടില്ലേലും ഞാനൊന്നും പറയില്ല. എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല. ചോദിക്കണം അല്ലേ, എല്ലാം ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കാണ്ട് ചെയ്യുമ്പോൾ ധിക്കാരാവും. ആവും, തീർച്ചയായും. എനിക്ക് അങ്ങനെയാ. നമുക്ക് കൊടുക്കേണ്ട സ്ഥാനം നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ അല്ലേ. നമ്മൾ എനിക്ക് അങ്ങനെ ചോദിച്ച സമയക്കുമ്പോൾ ഇപ്പൊ ഞാൻ പറയും ഏട്ടാ ഇന്ന സ്ഥലത്ത് പോകുമ്പോ ഇന്ന് ഇട്ടാ പോലെ ഞാൻ ചോദിക്കും. സ്നേഹം കൊണ്ടാണല്ലോ. അത് ഈ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാം അല്ലേ, ആന്ന് പറ അതാണ് യൂഷ്വൽ പാറ്റേൺ. പക്ഷെ കുഞ്ഞുമോള് അങ്ങനെ അല്ല. കുഞ്ഞുമോള് ഞാൻ നോ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സോടി വിഷമിച്ചോണ്ട് അത് ചെയ്യാതിരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ നോ പറയില്ല. പല ആൾക്കാരും അങ്ങനെയാണ്. അപ്പൊ ഞാൻ ചെയ്യണ്ട അല്ലേ, ഓക്കെ. അപ്പം അങ്ങനെയില്ല. കുഞ്ഞുമോൾ അങ്ങനെ പ്രോംപ്റ്റ് ചെയ്യില്ല. ഷീ റിയലി നീഡ്സ് എ പെർമിഷൻ. പക്ഷെ ഞാൻ അങ്ങനെ പെർമിഷൻ വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. കുഞ്ഞുമോളുടെ കാര്യത്തിൽ ഷീ ക്യാൻ ടേക്ക് ഡിസിഷൻസ്. ഷീ ഈസ് ആൻ ഇൻഡിവിജ്വൽ. കല്യാണം കഴിച്ചപ്പോൾ എൻ്റെ ഏട്ടൻ പറഞ്ഞ ഒരേ ഒരു വാക്കേ നിന്റെ കുട്ടികളെല്ലാം അവസാനിപ്പിച്ചിട്ട് ഇനി ഒന്ന് നല്ലൊരു പക്വതയോട് കൂടി നിൽക്കുക. അത് മാത്രം എനിക്ക് പാലിക്കാൻ പറ്റുന്നില്ല. അല്ല, അത് മാറേണ്ട കാര്യമില്ലല്ലോ. ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട എനിക്ക് സത്യം പറഞ്ഞത് മാറ്റം എത്ര ശ്രമിച്ചാലും പറ്റുന്നില്ല. ഞാൻ പിന്നെ അതിപ്പോൾ എന്തോ എനിക്ക് ഞാൻ തന്നെ ഞാൻ മാറണമെന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പക്ഷെ പറ്റും. ഞാൻ ആരെയും കണ്ട ഞാൻ ചെറിയ കുട്ടികളിങ്ങനെ തുള്ളിക്കളിക്കൂലേ, അതൊക്കെ റോഡിൽ നിന്ന് കളിക്കൂ. അത് എൻ്റെ വയസ്സ് ഞാൻ ചിലപ്പോൾ അത് മൈൻഡിൽ കൊടുക്കാത്തതുകൊണ്ടായിരിക്കും. ഞാനിപ്പോഴും 2 കുട്ടികളുടെ അമ്മയാണ്, എല്ലാം എനിക്കറിയാം, ഭാര്യയാണ്, എല്ലാം എനിക്കറിയാം. പക്ഷെ എന്നാലും ആ ഒരു കുട്ടിത്തം പോകുന്നില്ല. നല്ല കാര്യമാണ് അത്. ആ കുട്ടിത്തം കിട്ടാതെ എത്ര പേര് കഷ്ടപ്പെടുന്നുണ്ടെന്നറിയോ. അത് കണ്ടിട്ടുണ്ടാവും. ഇപ്പം നമ്മളെ അനിയന്റെ കല്യാണത്തിന് ഡാൻസ് ഒക്കെ കളിക്കുന്നത്. ഡെയിലി മെസ്സേജ്
ഗുഡ് മോർണിംഗ് മെസ്സേജ്, ലോട്ട് ഓഫ് മെസ്സേജ്, താഴെ ഐ ലവ് യു അല്ലേ? ആ കാര്യങ്ങളെല്ലാം നോക്കി വരും, ആ ഐ ലവ് യുക്ക് കറക്റ്റ് തിരിച്ചു കൊടുക്കും അല്ലേ? അപ്പോ അതിനകത്ത് ഒരു എക്സ്പ്ലനേഷനും കൂടെ. ഇപ്പോൾ കുഞ്ഞുമോളെ അയച്ചാലും അയച്ചില്ലേലും എനിക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ട് മാറി നിൽക്കേണ്ട അവസ്ഥ വരും. രാത്രി മാത്രമേ വോയിസ് ഓവർ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രാത്രി ആകുമ്പോൾ ഞാൻ പോവും, രാത്രി മുഴുവനും വർക്ക് ചെയ്യും. ഇപ്പോൾ ഇന്നലെയും രാത്രി 1:30 വരെ വർക്ക് ചെയ്തിട്ട് 3:30 എണീറ്റിട്ട് ഇന്ന് അപ്പോൾ അങ്ങനെ ഉറക്കമൊക്കെ കട്ട് ചെയ്തിട്ട് കുഞ്ഞുമോക്ക് അങ്ങനെ ഉറക്കം മിസ്സായി കഴിഞ്ഞാൽ ഉടനെ തലവേദന വരും, വയ്യാണ്ടാവും. അപ്പോൾ ഞാൻ ഐ വോണ്ട് വോണ്ട് ടു എഫക്റ്റ് ഹർ. അപ്പോൾ രാവിലെ കുഞ്ഞുമോൾ ഞാൻ വിളിക്കുന്ന കുറേ പേരുകളുണ്ട്, ആ പേരുകളെല്ലാം ചേർത്ത് ഒരു മെസ്സേജ് ഉണ്ടാവും. പിന്നെ അത് ഡേ സ്റ്റാർട്ട്സ് വിത്ത് പറയട്ടെ. അല്ല അങ്ങനെയല്ല, കുഞ്ഞുമോളെന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു ഐ റിയലി വോണ്ട് ടു ഈ 51st Dates എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. അതിനകത്ത് ഒരാൾക്ക് ഈ ഹീറോയിനിൽ ഒരാൾക്ക് അംനീഷ്യയാണ്. എല്ലാ ദിവസവും ഈ ഹസ്ബൻഡ് കംസ്, ഹി പ്രപ്പോസസ്, ടേക്സ് ഹർ ടു എ ഡേറ്റ്, ബ്രിങ്സ് ഹർ ബാക്ക്. അടുത്ത ദിവസം രാവിലെ ഒന്നും ഓർമ്മയുണ്ടാവില്ല. അതിനെ കണ്ടിട്ടാണ് വിനീത് ശ്രീനിവാസൻ്റെ ആ സിനിമ എടുത്തത്. ദി ഒറിജിനൽ ഇസ് 51st Dates. അതിലുള്ള ആ ഒരു ഇന്നസെൻസ്, എല്ലാ ദിവസവും ഒരാളെ സ്നേഹത്തോടെ ഗ്രീറ്റ് ചെയ്താൽ എന്ത് പറ്റും? വൈ നോട്ട്? അപ്പോൾ എനിക്ക് അംനീഷ്യ ഇല്ല, കുഞ്ഞുമോക്ക് അംനീഷ്യ ഒന്നുമില്ല. ഇന്നലെ കണ്ട അതേ മെസ്സേജ് തന്നെ ഇന്നും. അപ്പോൾ പിന്നെ ഇത് എന്തിനാ കാണണ്ടേ എന്ന് തോന്നിയാൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ പിന്നെ അയക്കാതെ. ഇല്ല, ലാസ്റ്റ് ബാക്കി കുറേ ഇംഗ്ലീഷ് എഴുതും, അത് മാത്രം എനിക്ക് മനസ്സിലാവില്ല. അപ്പം ഞാൻ അതിന് താഴെ ഐ ലവ് യു മനസ്സിലാവുമല്ലോ, അപ്പം ലവ് യു ടു ഏട്ടാ കുറേ ഇതും ഹഗ് ചെയ്തത് അതൊക്കെ കൊടുക്കും. ഏറ്റവും ലൈക്ക് ഒരു ചെറിയൊരു കാര്യം, അത് ഭയങ്കര സർപ്രൈസ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താണ് കുഞ്ഞുമോളോ? കുഞ്ഞുമോക്ക് ദേഷ്യപ്പെടുന്ന എത്ര ദേഷ്യപ്പെടാൻ പറ്റുമോ അത് ആർക്കും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല, എനിക്കും പറ്റില്ല. അത് സർപ്രൈസാണ്. അത് എത്ര ദേഷ്യപ്പെടും എന്നുള്ളത് കുഞ്ഞുമോക്ക് മാത്രമേ അറിയാവൂ, അത് എനിക്കും അറിയില്ല. ബിക്കോസ് ആ ദേഷ്യപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെവലിലായിരിക്കും. വാക്കിലൂടെയാണോ എഴുത്തിലൂടെയാണോ? വാക്കിലൂടെ നിങ്ങൾ നേരിട്ട് തന്നെ അത് കുഴപ്പമൊന്നുമില്ല. അത് എനിക്ക് എല്ലാം വെച്ച് അതിന് ഇങ്ങനെ മനസ്സിൽ കിടക്കും. അത് ഒരു 10 വർഷം കഴിയുമ്പോൾ വരും. പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതാണ്. ഇല്ലില്ല, ശരിയാവാൻ കുറേ സമയം എടുക്കും. കരഞ്ഞു തീർക്കണോ പറഞ്ഞു തീർക്കണോ? ഏതാ നല്ലത്? കുറച്ചും കൂടി ഞാൻ ഒറ്റക്ക് കരഞ്ഞാൽ ഞാൻ മാത്രമല്ലേ അറിയുള്ളൂ, പൊട്ടിത്തെറിച്ചായിട്ടും കൂടി അറിയാലോ. പക്ഷെ അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദ മൈൻഡ് ഇറ്റ് വർക്ക്സ് ഇൻ എ വെരി ഡിഫറെൻറ്റ് വേ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ വിഷമിച്ച് കഴിഞ്ഞാൽ നാളെ ആലോചിക്കുമ്പോൾ ഇന്നലത്തെ ദിവസം വിഷമിച്ചു, അപ്പോൾ ഇന്നും പോയി. അടുത്ത ദിവസം പോകുമ്പോൾ യു ആർ ആക്ച്വലി ഗോയിങ് ഇൻ ടു എ വിഷ്യസ് സർക്കിൾ, ഇൻ ടു മോർ ഓഫ് ഡിപ്രഷൻ. ഇതാണ് അതിൻ്റെ പ്രോപ്പർ രീതി. ആസ് എ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ഞാൻ ആൾക്കാരോട് പറയുന്നത്, ഫൈൻഡ് വൺ റീസൺ ടു സ്മൈൽ ഈച്ച് ഡേ. അപ്പോൾ ഇന്നലത്തെ കുറിച്ച് ആലോചിക്കും, ഇന്നലെ ഞാൻ ചിരിച്ചു, സന്തോഷമായിരുന്നു. ദാറ്റ് വിൽ ആക്ച്വലി ടേക്ക് യു ടുവേർഡ്സ് എ ഹയർ ബെറ്റർ ഇത്. കുഞ്ഞുമോളുടെ കാര്യത്തിൽ ബീങ് വെരി ഫ്രാങ്ക് ആൻഡ് ഓപ്പൺ, കുട്ടിക്കാലം തൊട്ട് അനുഭവിച്ചിട്ടുള്ള പല ട്രോമയും ഒന്നും വെൻറ്റ് ചെയ്തിട്ടില്ല. സോ ദാറ്റ് വിൽ ടേക്ക് ടൈം, അത് എനിക്കും അറിയാം. അപ്പോൾ കുഞ്ഞുമോളുടെ സെഷനൊക്കെ കൊടുത്തിട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിപ്പോയി, ഇന്ന് വേണ്ട, നാളെ വേണ്ട, അതിങ്ങനെ മടി. കാരണം മൈൻഡ് വോണ്ട് അലൗ ടു ടേക്ക് ഓഫ് ദോസ് തിങ്സ്. അത് കുറച്ച് സമയം എടുക്കും. അപ്പം അതിനൊരു സമയം വരും, എല്ലാത്തിനും സമയമുണ്ട് ദാസ. കുറേ ഉണ്ട്. കാരണം ആൾക്കാർ ഹേർട്ട് ചെയ്ത്, ദ ബെസ്റ്റ് എക്സാമ്പിൾ വാട്ട് ഐ വുഡ് സേ ഇസ്, പല ആണുങ്ങളാണ് അവരുടെ വാക്കിലൂടെയും അവരുടെ പ്രവൃത്തിയിലൂടെയും ഹേർട്ട് ചെയ്തിട്ടുള്ളത്. അവരാരൊക്കെയാണെന്നുള്ളതൊക്കെ എനിക്കറിയാം. നത്തിങ് ഹിഡൻ, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഇതൊന്നുമില്ല. അതുകൊണ്ട് എന്താ, ഒരു ജനറലി മനസ്സിനകത്ത് ഒരു PTSD ലെവലിലുള്ള ഒരു ട്രോമ പോലെ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ചീത്തയാണെന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഞാൻ ഏട്ടനായിരിക്കും, ഞാൻ ചില സമയത്ത് ആണായി എന്നുള്ളൊരു തോന്നൽ വരും, അപ്പോഴും മാത്രമേ ഉള്ളൂ. അത് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അത് ഒരു തെറ്റൊന്നുമല്ല, അത് എല്ലാവർക്കും ഉണ്ടാവാം. ഇല്ല, ഞങ്ങൾ ഈക്വലി, ഞാനും ദേഷ്യപ്പെടും, കുഞ്ഞുമോളും ദേഷ്യപ്പെടും. ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾക്ക് ദേഷ്യപ്പെടാനുള്ള ഞങ്ങൾക്ക് അങ്ങനെയൊന്നും പ്രശ്നം എല്ലാവരും ഉണ്ട്. കള്ളത്തരമായിരിക്കും അങ്ങനെ ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നത്. നല്ലോണം ദേഷ്യപ്പെടും. ഇപ്പോഴാണ് ഏട്ടൻ കുറവ്. ആദ്യമൊക്കെ കല്യാണത്തിന് മുന്നൊക്കെ ഏട്ടൻ നല്ലോണം ദേഷ്യപ്പെടുമായിരുന്നു. നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല, അത്രയും
സ്വയം തന്നെ ഇടിച്ച് താഴ്ത്തി ആ കുറ്റപ്പെടുത്തും. ഇടിച്ച് അത് നമ്മൾ ചിലപ്പം നമ്മൾ നോർമലി പറയുന്നതായിരിക്കും, പക്ഷെ ഏട്ടനത് ചിന്തിക്കുന്നത് വേറൊരു ലെവലിൽ പോയി. നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ കല്യാണത്തിന് മുന്നേ 2-3 പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ അത് ശരിയാവും കുഴപ്പമില്ല, എനിക്ക് ഞാൻ എന്തുണ്ടെങ്കിലും അത് ക്ഷമിച്ച് ഞാൻ നിൽക്കാനില്ല. അങ്ങനെ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം വേണ്ടാന്നങ്ങ് പറയാം. അങ്ങനെയല്ലല്ലോ. നമുക്ക് ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടായിരിക്കും നമ്മൾ വരുന്നത്. അപ്പം അതിൻ്റെ സാഹചര്യം കൊണ്ടായിരിക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഞാൻ ചിലപ്പോൾ പറയുന്ന രീതിയിൽ ഏട്ടൻ എടുക്കണില്ല, ഏട്ടൻ പറയുന്ന രീതി എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റണം. മീൻസ് നമ്മുടെ സംസാരം വേറെയാണ്. ഞാൻ പല വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഏട്ടന് ചിലപ്പോൾ അത് വേറെ എന്തോ ആയിരിക്കാം. ഏട്ടൻ ഉപയോഗിക്കുന്നത് നോർമലി സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് കേൾക്കുന്നത് വേറെ ആയിരിക്കാം. അതുകൊണ്ടുള്ള കുറച്ച് പ്രശ്നം. എൻ്റെ ലൈഫിൽ പല ആൾക്കാരും അവർ കോമൺ ആയിട്ട് അവർ പറഞ്ഞൊരു കാര്യം, യു വോണ്ട് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഹേർട്ടിങ് ആണ്. കാരണം എത്ര മനസ്സിലാക്കി നമ്മൾ എന്തെല്ലാം ചെയ്താലും ഇതാണ് റിസൾട്ട് എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇത് റിപ്പീറ്റഡ് ആയിട്ട് കുറേ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ആരത് പറഞ്ഞാലും നമുക്കത് ഹേർട്ടാവും. അപ്പം അതുപോലെ ലൈഫിൽ എനിക്കുണ്ട്, കുഞ്ഞുമൊക്കെയുണ്ട്. അതൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഇഫ് ഐ ഹാഡ് എ സ്കാർ, ദാറ്റ്സ് ബിക്കോസ് ഓഫ് എ വൂണ്ട്. ഐ ഡോണ്ട് വോണ്ട് ടു ഹൈഡ് മൈ സ്കാർ. ഐ എം ഓപ്പൺ അബൌട്ട് ഇറ്റ്. ഇതാണ് എൻ്റെ സ്കാർ. ഉണ്ട്. അതാണ് പ്രശ്നങ്ങളുടെ തുടക്കവും അത് തന്നെയാണ്. കാരണം ഇപ്പോൾ കുട്ടിക്കാലത്തെ ട്രോമ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ട്രോമ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലുതാവുമ്പം അത് വലിയ പ്രശ്നമാവും. അപ്പോൾ പാരൻസ് എന്ത് ചെയ്യും? ഈ കുട്ടിക്ക് അങ്ങനെ ഒന്നുമില്ല എന്നുള്ള കള്ളത്തനത്തിലും അവരുടെ ഒരു ഫാൾസ് ബിലീഫിലും വരുന്നത് ആ കുട്ടിയുടെ ലൈഫ് തന്നെ നശിപ്പിക്കും. ഇപ്പോഴാണ് കുറച്ചെങ്കിലും മൈൻഡോ സൈക്കോളജിയോ സൈക്കാട്രിയോ ഒക്കെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയത്. പണ്ട് നമ്മുടെ സിസ്റ്റം ഓൾവേസ് ഹാഡ് എ വെരി നൈസ് വേ ടു വെൻ തിങ്സ് ഔട്ട്. ഒരു ജോയിൻറ്റ് ഫാമിലി അതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൂപ്പനോടോ അമ്മയോടൊക്കെ നമുക്ക് കാര്യങ്ങൾ പറയാമായിരുന്നു. ഇന്ന് അങ്ങനെയൊന്നും പറയാൻ ആരുമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ഉള്ളത്. ഇപ്പം ഒരുപാട് ഇപ്പോൾ ദിവ്യയെ സംബന്ധിച്ചിടത്തോളം അറിയാം, കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ലൈഫാണ്. സോ നൗ യു ആർ ടോട്ടലി ഫൈൻ ആൻഡ് ഓക്കെ അല്ലേ? ടോട്ടലി ഫൈൻ അല്ല. ഞാൻ ഉദ്ദേശിച്ചത് ഡിവോഴ്സി എന്നുള്ള രീതിയിൽ, അതായത് 2 കുട്ടികളായിട്ട് ഡിവോഴ്സ് ആയിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്ത്രീ ഫേസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഫ്രം ദ സൊസൈറ്റി, ഫ്രം ദ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്. മനസ്സിലായോ? നമ്മൾ തോന്നും ദേ ആർ സപ്പോർട്ടിങ്, ദേ ആർ ഹെൽപ്പിംഗ്, ബട്ട് ഇന്റൻഷൻ വാസ് വെരി ബാഡ് അല്ലേ? അപ്പോൾ അങ്ങനെ പല സിറ്റുവേഷനിൽ കൂടെ നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മളുടെ ഉള്ളില് ലൈക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ്ലി അവൻ ഇൻഡയറക്റ്റ്ലി ഒരു ബോൾ ഫീൽ വരും അല്ലെ? നമ്മളിത് ഇത്രയും ഫേസ് ചെയ്ത് വന്നതാണ് ഈ ഒരു സിറ്റുവേഷൻ അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ചേട്ടനെ പോലെ ഒരാളെ ഞാനൊരു ഇന്റർവ്യൂല് കണ്ടു. അത് വലിയൊരു ഭാഗ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് 2 കുട്ടികളുള്ള അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഡിവോഴ്സ് എന്നുള്ളൊരു പേര് എന്ന് പറയുമ്പോൾ 2ാം ഘട്ടം എന്നുള്ളൊരു പദപ്രയോഗം അവിടെ വരികയാണ്. അതൊരു ഞാനും അങ്ങനെയല്ലേ? പക്ഷെ അങ്ങനെ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. ആ ഒരു കുഞ്ഞുമോക്ക് അങ്ങനെ ഒരാളെ നോക്കേണ്ട കാര്യമില്ല. കുഞ്ഞുമോളുടെ സേ her looks or maybe her age, she can get an unmarried person. Why me? ഉറപ്പായിട്ടും അല്ല. അതിപ്പോ ചേരേണ്ട തമ്മിലേ ചേരുള്ളൂ. അതാണ് വലിയൊരു പദപ്രയോഗം, ചേരേണ്ട തമ്മിലേ ചേരുള്ളൂ. അപ്പോൾ ദിവ്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വരുന്ന ഈ ഒരു ബുള്ളിങ്, അത് ഇത് നാട്ടുകാർക്ക് ഇതിനകത്ത് ഇടപെടേണ്ട ഒരു കാര്യമില്ല സത്യം പറഞ്ഞാൽ. നിങ്ങളുടെ 2 പേരും ഇൻഡിവിജ്വലായി നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഈ ബുള്ളിങ്ങിൽ വരുമ്പോൾ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ലൈക്ക് ഒരു ആ ഒരു ഏജ് ഫാക്ടറാണ് ആദ്യ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ദിവ്യ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യും? ഞാൻ കല്യാണ സമയത്ത് എനിക്ക് നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ചോദിച്ചത്. അപ്പോൾ ഞാനും കുറേ കണ്ടിട്ടുണ്ട്. കാരണം എന്റെ വീട്ടിലെ അമ്മയാണെങ്കിൽ ചേട്ടന്റെ ബിഗ് ഫാനാണ്. പൊന്നുവാണെങ്കിൽ പത്തനംതിട്ടയിലെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അവർ അവർക്ക് ഇഷ്ടമുള്ള ജീവിതം അവർ ജീവിക്കുന്നു. സോ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, ചില മീഡിയാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മീഡിയാസ് പ്രോപ്പർലി ഫോർ ലുക്കിംഗ് ദ റീച്ച് ആൻഡ് ഓൾ. അപ്പോൾ ആ ഒരു സംഭവത്തിന് പെട്ടെന്ന് ഒരു നല്ല കാര്യം നടക്കുന്നു, അതിനെല്ലാവരും കൂടി ഒറ്റപ്പെടുത്തി ഒരു വേറെ രീതിയിൽ പിക്ചറൈസ് ചെയ്യുന്നു. അതിനെങ്ങനെയാ അപ്രോച്ച് ചെയ്തത്? ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും എനിക്ക് എന്താണ് ഇങ്ങനെ ഏട്ടനൊക്കെ പിന്നെ ക്യാമറയുടെ മുമ്പിലും ഇന്റർവ്യൂവിലൊക്കെ ഒരുപാട് പങ്കെടുത്തുകൊണ്ട് അനുഭവങ്ങൾ കുറേ പല ആൾക്കാരുടെയും അനുഭവങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊക്കെ ഫസ്റ്റ് ടൈം അനുഭവമാണ്. എനിക്കങ്ങനെ ഒരു ഗോസിപ്പോ കാര്യങ്ങളോ ഒന്നും എനിക്കങ്ങനെ ലൈഫിൽ കല്യാണം കഴിഞ്ഞതിൻ്റെ അല്ലാതെ കണ്ട്
ആ ഒരു മനോവിഷമല്ലാണ്ട് ഈ പുറത്തുള്ള ഇങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാനും ഒക്കെ നല്ലൊരു ലൈഫ് ആഗ്രഹിച്ചു, കുറച്ച് പക്വതയിലുള്ള ഒരാൾ ആഗ്രഹിച്ചു, നമ്മളെ മക്കളെയും കൂടി കെയർ ചെയ്യണം, നമുക്ക് ഒന്നിച്ച് താമസിക്കുക ഒരു ലൈഫ് ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കല്യാണത്തിലേക്ക് വന്നത്. പക്ഷെ അത് ഇത്രയും വലിയൊരു പ്രശ്നമാണ്. ഞാൻ ആ കല്യാണത്തിന് അന്ന് തന്നെ തുടങ്ങി, എനിക്ക് എൻ്റെ റിലേ മൊത്തം പോയി, ഞാൻ മരിക്കാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര ഫീലായിരുന്നു. പിന്നെ ഏട്ടനത് പറഞ്ഞ് അതൊരു ചെളിയാണ്, അതങ്ങനെ അങ്ങനെയൊക്കെ കുറേ അങ്ങനെ പറഞ്ഞു നമ്മൾ ആ മൈൻഡ് ഓക്കെ ആക്കി. പിന്നെ കുറച്ചൊക്കെ ഇതായപ്പോൾ അടുത്ത ഇനോഗ്രേഷൻ എവിടെയെങ്കിലും വിളിക്കുമല്ലോ, അത് മീഡിയക്കാർ വന്ന് കവർ ചെയ്യുമ്പോൾ നമ്മളെ ഈ അമ്പലത്തിലൊക്കെ കുറേ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്പലത്തിൽ പോകുമ്പോൾ ഞാനൊരു നോർമൽ സാരി എടുത്ത്, ഞാൻ വലിയ അറിയാമല്ലോ ഈ മേക്കപ്പ് ചെയ്ത് മറ്റുള്ളവർ ചെയ്യുന്ന ഒരു ഇതും എൻ്റെ ഫേസ് ഞാൻ ചെയ്യില്ല. ഹെയർ ഞാൻ നോർമൽ എങ്ങനെയാണോ, എല്ലാവരും പറയും ആർട്ടിസ്റ്റാണ് എനിക്കൊന്ന് അങ്ങനെ ചെയ്തുകൂടെ, ഇങ്ങനെ ചെയ്തു. ആർട്ടിസ്റ്റാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുട്ടി വാരിയിട്ട് മറ്റേതും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അതെൻ്റെ തൊഴിലാണ്. ഞാനൊരു അമ്മയാണ്, വീട്ടമ്മയാണ്, എൻ്റെ കുട്ടികളുടെ അമ്മയാണ്, ഞാനൊരു ഭാര്യയാണ്. ആ ബോധം എനിക്കുണ്ട്. പിന്നെ അഭിനയം എന്നുള്ളത് എൻ്റെ തൊഴിലാണ്. അതിന് പോകുമ്പോൾ ഞാൻ ചെയ്താൽ പോരെ, മറ്റടുത്ത് ഞാനായിട്ട് നിന്നാൽ പോരെ. അപ്പോൾ അമ്പലത്തിൽ പോയപ്പോൾ ഈ അത്രയും ആ സമയത്ത് കുറച്ചുകൂടി ഞാൻ വണ്ണം വെച്ചായിരുന്നു. അതൊരു ചുവന്ന സാരി ഉടുത്ത് ഒരു പൂക്കളൊക്കെ ഇട്ട ഒരു സാരിയായിരുന്നു അത്. എൻ്റെ പൊന്നോ, അത് സൂം ചെയ്ത് വെച്ച് അതിന് വന്ന കമൻറ്റ് എനിക്ക് പിന്നെ അവിടുന്ന് പോയി. ഈ കുറച്ച് ഞാൻ ശരിയാകുമ്പോൾ അടുത്തത് വരും. എന്നാൽ ഈ ആൾക്കാർ വിളിക്കുമ്പോൾ നമുക്ക് പോവാതിരിക്കാൻ പറ്റുമോ? നമ്മൾ അന്നമാണ്, നമുക്ക് പോയേ പറ്റുള്ളൂ അല്ലേ? ഇപ്പം ഞാൻ വീട്ടിൽ കുത്തിയിരുന്നാൽ എന്നെ ആരും അറിയില്ല. അറിയോ? ഇപ്പം പല ആർട്ടിസ്റ്റുകളും വരുമ്പം ഒരു പ്രാവശ്യം ഈ ആർട്ടിസ്റ്റിനെ അറിയൂ എന്ന് ചോദിച്ചാൽ ഇവളെ ഏതാന്ന് ചോദിക്കും. അറിയില്ല. നമ്മൾ പുറത്ത് വന്നാലേ നാലാൾ അറിയുള്ളൂ ഇന്ന് ആർട്ടിസ്റ്റ് ഉണ്ട്, ഇന്നതിൽ അഭിനയിക്കുന്നതാണ്, ഇങ്ങനെയാണെന്നൊക്കെ അറിയുള്ളൂ. പക്ഷെ ഏറ്റവും നമ്മൾ ഈ മീഡിയക്കാരോടായാലും അത്രയും സഹകരിക്കുമ്പം മുതലെടുക്കുമ്പോഴാണ് നമുക്കതിൽ ഫീൽ വരുന്നത്. പക്ഷെ അവർക്ക് നോർമലി ഒരു വീഡിയോ എടുത്ത് നമുക്ക് കുഴപ്പമില്ല, എന്നിട്ട് കമൻറ്റ് വരുന്ന വരട്ടെ, ഇത് സൂം ചെയ്ത് മറ്റുള്ളവർക്ക് പ്രദർശിപ്പിച്ചത് കൊണ്ടല്ലേ, അതിൽ നമ്മൾ തെറ്റുകാരല്ല എന്ന് അവർ മനസ്സിലാക്കുന്നുമില്ല. നമ്മളല്ലല്ലോ തെറ്റുകാർ. നമ്മൾ ഇപ്പോൾ 2 വീഡിയോ സൂം ചെയ്തിട്ട് നമ്മളെ ഇവ അങ്ങനെ എത്രയോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇഷ്ടം പോലെ അവർ തന്നെ ലൈഫ് ചെയ്ത് ഇഷ്ടം പോലെ വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മളിൽ ഏതെങ്കിലും ഒരു വീഡിയോ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഓക്കെ, ജനങ്ങൾ പറയട്ടെ, നമ്മളത് അംഗീകരിക്കാം. ഈ ചെയ്യാത്ത തെറ്റ് പറയുമ്പോഴാണ് ഇതുവരെ റിവീലിംഗ് ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂം ഇടുകയോ അല്ലെങ്കിൽ തോന്നിയവാസം കാണിക്കുകയോ അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ലവ് മേക്കിങ്ങോ അങ്ങനത്തെ ഒന്നും ഞങ്ങൾ ഒരു ക്യാമറയുടെ മുന്നിൽ ചെയ്തിട്ടില്ല. അപ്പോൾ എന്താവും, അവർക്ക് റീച്ച് കിട്ടാൻ ഏറ്റവും ഈസിയസ്റ്റ് വഴി എന്ന് പറഞ്ഞാൽ സംതിങ് വൾഗർ. അപ്പോൾ ആ വൾഗാരിറ്റീനെ അവർ പൊട്രേ ചെയ്യുന്നത് പ്രോബബ്ലി അവരുടെ അമ്മയും ചേച്ചീനൊക്കെ ഇവർ കാണുന്നത്, അനിയത്തീനൊക്കെ ഇവർ കാണുന്നത് ഇങ്ങനെ ആയിരിക്കും, മക്കളൊക്കെ ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. സോ ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. അപ്പോൾ എനിക്കും മനസ്സിലാവാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാർ എന്നെ എഫക്റ്റ് ചെയ്യാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒരു മൂവിയുടെ പ്രൊമോഷൻ്റെ സമയത്ത് ഇൻ്റർവ്യൂ ചെയ്യുന്ന കുട്ടിയുടെ അടുത്ത് പറഞ്ഞു, കുഞ്ഞെ എന്നെ 10 പ്രാവശ്യം കിളവാന്ന് വിളിക്കും. അപ്പോൾ ഷീ സെഡ് നോ, ഇല്ല ഞാൻ അങ്ങനെ വിളിക്കുക. പറഞ്ഞ് വിളിച്ചത് കൊണ്ട് എൻ്റെ താടിയിൽ ഒരു രോമം പോലും കളർ മാറുന്നില്ല. ഇറ്റ് ഡസൻറ്റ് എഫക്റ്റ് മീ. അങ്ങനെ പറയുമ്പോൾ മാറിയാലല്ലേ പ്രശ്നമുള്ളൂ. ഇപ്പോൾ കുഞ്ഞുമോളുടെ കാര്യത്തിൽ ഷീ ലവ്സ് ദ പീപ്പിൾ ഹൂം ഷീ ലവ്സ്. അത് മക്കളാവാം, ഞാനാവാം, അമ്മയാവാം, ഇവരാരെ പറഞ്ഞാലും അവരെക്കാളും കൂടുതൽ വിഷമിക്കാൻ പോകുന്നത് കുഞ്ഞുമോള് തന്നെയാണ്. അപ്പോൾ ഞാൻ പല പ്രാവശ്യം പറയും, വായിക്കല്ലേ, ഇത് അവരങ്ങനെയാണ്, വായിക്കല്ലേ, നീ വീഡിയോ കണ്ടു ഹാപ്പിയായി പൊക്കോ. ഇവർക്ക് തൊഴിലില്ലാത്ത ആൾക്കാർ. അപ്പോൾ അത് പിന്നെയും വായിക്കുന്നു എന്ന് കാണാൻ കഴിയുമ്പം ഐ വിൽ ഹാവ് ടു ലിസൺ ടു ഇറ്റ്. അപ്പോൾ ഞാൻ ഈ വായിക്കുന്ന മുഴുവൻ ഞാൻ കേൾക്കും. അത് എന്നെ എഫക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പറയുമ്പോൾ പിന്നെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഐ വിൽ ഗോ സൈലൻറ്റ്. പിന്നെയും ഞാൻ സൈലന്റ് ആവും. അത് മാത്രമല്ല, ഇതിൽ വരുന്ന കമന്റ്സിന്റെ അതെടുത്തിട്ട് തലക്കെട്ട് കൊടുക്കും. അപ്പോഴാണ് കുറച്ചും കൂടി ഫീൽ ആവുക. ഓൾറെഡി യൂട്യൂബേഴ്സ് ഇട്ടു, ഓക്കെ, അതിൻ്റെ ഇടയിൽ മോശം കമന്റ്സ് വന്നു. അതിൽ നിന്ന് ഏറ്റവും മോശം എടുത്തിട്ട് ഇവർ ദിവ്യയുടെ അഴിഞ്ഞാട്ടം നടു റോഡിൽ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ അങ്ങനെ ഇട്ടാലല്ലേ ഇവരെ ചാനൽ ആരും കയറി നോക്കുള്ളൂ. കഴിഞ്ഞ ദിവസം ഏതോ ഒരു മഹാനുഭാവൻ ഈ മോക്ക് ഞാൻ ആഹാരം കൊടുക്കുന്ന വെച്ചിട്ട് അച്ഛനാവുന്ന എങ്ങനെയാണെന്ന് അവൻ പ്രൊസീജിയർ എഴുതി അയച്ചിരിക്കുക, ബയോളജി പഠിപ്പിക്കുക എന്നെ അച്ഛനാവേണ്ടത് എങ്ങനെയാണ്. അപ്പോൾ ഇവൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇതാണ് പഠിപ്പിക്കുന്നത്, നീ ഇങ്ങനെയാണോ. അങ്ങനെ ഒരു അച്ഛനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നെക്കാളും പ്രായമുള്ള ഒരാളെ അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും
ആ ആളെ സ്നേഹത്തോടെ കാണാനും കഴിയുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിനകത്തുള്ള അച്ഛന് സാറ്റിസ്ഫാക്ഷനാണ്. എനിക്ക് എന്നെക്കാളും പ്രായം കുറഞ്ഞ എല്ലാവരും എനിക്ക് കുഞ്ഞുങ്ങളെ പോലെയാണ്. എൻ്റെ പേഷ്യൻസ് എല്ലാവരെയും ഞാൻ കുഞ്ഞെന്ന് തന്നെയാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കുഞ്ഞല്ല, കുഞ്ഞുമോളാണ്. നോബഡി എൽസ് ക്യാൻ ബി എ കുഞ്ഞുമോൾ. ബാക്കി എല്ലാവരും കുഞ്ഞുങ്ങളാണ്. ഓക്കെ, കുഞ്ഞെന്ന് തന്നെ വിളിക്കുന്നത്. എൻ്റെ സ്റ്റുഡൻസിന് എല്ലാവരെയും ഞാൻ കുഞ്ഞെന്ന് വിളിക്കാറുള്ളൂ. എനിക്ക് അച്ഛനാവാൻ അവൻ്റെ എക്സ്പ്ലനേഷനൊന്നും ആവശ്യമില്ല. അപ്പോൾ അത്രയ്ക്ക് തരുന്നതാണ്. അപ്പോൾ കുഞ്ഞുമോൾ ഈ സൈലൻ്റ് ആവുന്ന സമയത്ത് ഇത് കണ്ടുപിടിക്കണമല്ലോ. നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 90% ലോക്ക്ഡ് പ്രൊഫൈൽ, ഫാൾസ് ഇമേജസ്, ഫേക്ക് IDs. അപ്പോൾ അതിൽ കുറച്ച് പേര് ഒറിജിനലുള്ളവരുണ്ട്. ഓക്കെ, ശരി. ആ ഒറിജിനലുള്ളവർ അവർക്ക് മക്കളൊക്കെ ഉള്ളതാണ്. കഷ്ടം ആ മക്കളുടെയൊക്കെ കാര്യം. ചിലർ സ്കൂൾ ടീച്ചേഴ്സ്, ചിലർ പോലീസിൽ വർക്ക് ചെയ്യുന്നവർ, ഗവൺമെൻറ് എംപ്ലോയീസ്. ഇവരൊക്കെ ഇങ്ങനെയാണോ എന്ന് വെച്ചിട്ട് ഞാൻ ഇവർക്ക് എല്ലാവർക്കും ഞാൻ നമ്പർ അയച്ചു കൊടുത്തു. ഐ സെഡ് പ്ലീസ് കോൾ, ഇതാണ് എൻ്റെ നമ്പർ, എന്നെ വിളിക്കുക. വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു, എന്താണ്, ഞാൻ നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? നിങ്ങൾ എന്നെ പറ്റി ഞങ്ങളങ്ങനെ എഴുതിയിട്ടേ ഇല്ല. അതാണ് മനസ്സിലാവാതെ. ഇവരാണ് എഴുതിയിരിക്കുന്നത്, വേറെ ആരോ പറഞ്ഞ് ഇവർ കമന്റ് തൊഴിലാളികളായിട്ടിരുന്ന് എഴുതുന്നതാണ്. കുറേയല്ല എൻ്റെ നാട്ടിൽ നിന്ന് ചേട്ടാ. ഇന്നലെ ഞാൻ ഇന്ന് അനിയൻ്റെ കല്യാണം ഉണ്ടായിരുന്നു മട്ടന്നൂര്. എൻ്റെ അനിയൻ്റെ കല്യാണത്തിന് ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയി. ഞാൻ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ ഫാമിലി ഇത്രയും ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഫാമിലിയിൽ. എല്ലാവരും കല്യാണം കഴിഞ്ഞു, റിസപ്ഷൻ വെച്ചു. അതിൽ ഞങ്ങൾ ഡാൻസ്, വലിയ ആർഭാട കല്യാണമൊന്നും അല്ല, ഒരു നാടൻ കല്യാണം, നാട്ടും പ്രദേശത്തല്ല, ഒരു ഓഡിറ്റോറിയം ഒന്നും ബുക്ക് ചെയ്ത് അങ്ങനെയുള്ള സാമ്പത്തികമൊന്നും നമുക്കില്ല. ഫസ്റ്റ് ഓഫ് ഓൾ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാണും പെണ്ണും അവർ ചേർന്ന് ജീവിക്കാൻ തീരുമാനിക്കുന്ന ഒരു ഫംഗ്ഷൻ, അത്രയേ ഉള്ളൂ. അതിന് ആഡംബരം വേണമെന്നോ അല്ലെങ്കിൽ റിസോർട്ട് വേണമെന്നോ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ വെഡിങ് ആണെന്നോ എവിടെയും പറഞ്ഞിട്ടില്ല. അവരെല്ലാം ഇപ്പോഴും ഇങ്ങനത്തെ കല്യാണമൊക്കെയാണ് ചോദിക്കുന്നത്. നമുക്ക് ഇങ്ങനെ പറ്റുള്ളൂ, നമ്മളിങ്ങനെ കല്യാണം കഴിക്കുന്നു. അപ്പം നമ്മൾ എൻ്റെ കല്യാണത്തിൽ ഞാൻ ഡാൻസ് കളിച്ചാൽ എന്താ പ്രശ്നം? ഞാൻ മാത്രമല്ല, എൻ്റെ അമ്മ ഉൾപ്പെടെ സന്തോഷിക്കുകയാണ്. എല്ലാവരും, ഏട്ടനും എല്ലാവരും സന്തോഷിക്കുകയാണ്. അവിടെ അങ്ങനെ ആണ് പെണ്ണ് അങ്ങനെയല്ല. നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ആണിനെ മാറി നിർത്തി പെണ്ണ് അങ്ങനെയൊന്നും ഇല്ല. പിന്നെ വലിയ സൈക്കോളജിസ്റ്റാണ്. എൻ്റെ മനസ്സിൽ എന്താണെന്ന് അവർ റീഡ് ചെയ്തിട്ട്, അതായത് ദിവ്യ ഇങ്ങനെ കളിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, ഞാൻ ഈ സൈക്കോളജിസ്റ്റിനൊക്കെ ഞാൻ എന്താ പറയുന്നത്? ക്രിസ് അല്ല, ദിവ്യന് എന്ത് വേണമെന്ന് ആൾക്കാർ പറഞ്ഞോട്ടെ, ക്രിസിന് എന്തിനാ പറയാൻ നിൽക്കുന്നത്? ഇതിന്റെ ട്രിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ 10 പേര് പറയുമ്പോൾ ഈ കമന്റ് വായിക്കുമ്പോൾ കുഞ്ഞുമോക്ക് എൻ്റെ അടുത്ത് ദേഷ്യം വന്നു തുടങ്ങും. അപ്പോൾ എങ്ങനെയെങ്കിലും ഞങ്ങൾ അടിച്ചു പിരിയണം എന്നുള്ളതാണ് ഇവരുടെ ആഗ്രഹം. സോറി, നിങ്ങളുടെ ഐഡിയ ഞാൻ കണ്ടുപിടിച്ചു. അപ്പൊ ആ ഐഡിയ നടക്കൂല. ഇനി പുതിയതായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യും. പുതിയതായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ കേസ് കൊടുക്കുമ്പോൾ കോടതിയിൽ എന്തായാലും അപ്പിയർ ചെയ്യണം. അതിനകത്ത് വന്ന കമന്റ്സ് നമ്മളിപ്പോ എൻജോയ് ചെയ്യുന്നതിനൊക്കെ എന്താണ് പ്രശ്നം? ഞാൻ എന്റെ വീട്ടിലാണ് ആഘോഷം. അതില് ചേട്ടൻ പറയുന്നുണ്ട്, എനിക്കറിയില്ല ഓപ്പോസിറ്റ് ആരാന്നുള്ളത്. ഇങ്ങനെ കോസ്റ്റ്യൂമിന്റെ കാര്യം പറയുമ്പോ പറഞ്ഞു കഴിയുമ്പോ തന്നെ അടിതൊട്ട് മുടി വരെ ഒരു അല്ല, ഞങ്ങൾ അത്രത്തോളം സ്നേഹത്തോടെയാണ്. ഇപ്പോൾ ഏത് സോഷ്യൽ മീഡിയയിലും ഒരാൾ, വി ഡോണ്ട് വോണ്ട് ടു ഓസ്ട്രസൈസ് ദം സെയിങ് ദാറ്റ് എല്ലാവരും ചീത്തയാണ്. എല്ലാവരും വന്നോളൂ, സന്തോഷമായിട്ട് ബി എ പാർട്ട് ഓഫ് അസ്, കം വിത്ത് അസ്. ഞങ്ങൾ കുറ്റാലം പോകുന്നു, വരുന്നോ, വാ, നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് പോവാം, ഒരു പ്രശ്നമില്ല. ബട്ട് ഇഫ് യു സ്റ്റാർട്ട് പ്ലേയിങ് ദോസ് കൈൻഡ് ഓഫ് ട്രിക്സ് വിത്ത് അസ്, സോറി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വിധം മാറും. ഞാൻ ഈ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിച്ച് സോഫ്റ്റായിട്ട് കാമായിട്ടിരിക്കുന്ന ഞാൻ മാറിയിട്ട് നല്ല തനി നാടൻ മറ്റേ വെട്ടുകത്തി എടുത്തുകൊണ്ട് ഇറങ്ങും ഞാൻ. അത് ആവരുതേ എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. ഇതെന്താ സംഭവിച്ചാൽ ഈ ചാനലുകാര് വരുന്നത് മറ്റുള്ളവർക്ക് ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവര് ജോലിക്കാരാണല്ലോ, ഇവർ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് കുറച്ച് സൂം ചെയ്ത് അവരിലേക്ക് റീച്ച് കയറി, ഇവർക്ക് കുറച്ച് എന്തെങ്കിലും അഡീഷണൽ പൈസ ഇവർക്ക് കുറച്ച് വരും. അല്ല, അത് അങ്ങനെ ഞാൻ അതിൽ പല വീഡിയോസും കണ്ടിട്ടുണ്ടാവും. എൻ്റെ എത്ര ഇപ്പോൾ നമുക്ക് ഓരോരോ ഡ്രസ്സിലും നമ്മളെ ഓരോരോ നമ്മളിപ്പം എന്താണ് ശരീരഭാഗം വ്യത്യസ്തമായിരിക്കും ഓരോരോ ഡ്രസ്സിലും. അപ്പം നമ്മൾ ഈ ഒരു സൈഡ് മാത്രമാണ് വന്ന് കിടക്കുന്നത്, അത് ഇങ്ങനെ സൂം ചെയ്ത്. അപ്പം ചോദിക്കുമ്പം പറയല്ലേ, ഇതിട്ടവർ അവിടെ വന്നില്ല, അവർക്ക് വേണ്ടി കഷ്ടപ്പെടാൻ വേണ്ടി വന്നവരായിരുന്നു അത്. അപ്പം അവരെടുത്ത് കൊടുത്തു. അത് ചെറിയൊരു വീഡിയോ ആയിരുന്നു, അത് ഞാൻ സ്ലോ മോഷൻ ചെയ്തപ്പോൾ ഇങ്ങനെ. അപ്പം അങ്ങനെ ബിസിനസ് അവർക്ക് ഉണ്ടാക്കണം. അവരെ വീട്ടിലെ ഭാര്യയിലും അമ്മേൻ്റെ പിടിച്ചിട്ട് സൂം ചെയ്ത് അവർ കൊടുക്കട്ടെ. അല്ല, ചിലപ്പോൾ അത്ര നന്നായിരിക്കില്ല, അതുകൊണ്ടാണ്.
ചിലപ്പോൾ അതായിരിക്കും. അവരുടെ വീട്ടിൽ ചിലപ്പോൾ നോക്കിയിട്ട് കാണാൻ കൊള്ളത്തില്ല, അവരുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇത് പോരാന്ന്. അപ്പൊ പിന്നെ പെണ്ണുങ്ങളെ കളി എന്നെ പറയാതിരിക്കോ? അത് പൊതുവേ ഉള്ളതായി ഇപ്പോ പല ഇന്റർവ്യൂസ്. അല്ല, ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കുഞ്ഞുമോൾ ഒരു സ്ട്രിങ് ബ്ലൗസ് ഇട്ട് ക്ലിവേജ് ഒക്കെ കാണിച്ച് നിൽക്കുന്നതായിട്ട് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. എവിടെയെങ്കിലും മോശമായ ഒരു ഡ്രസ്സ് ധരിച്ച് നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പം അതിനെ മോശമാണ് എന്ന് വരുത്താനുള്ള ആ ചേതോ വികാരം വേറൊന്നുമല്ല. സംഹൗ ഗെറ്റ് ഹർ ഇന്റിമിഡേറ്റഡ്. നടു റോഡിൽ തുള്ളിച്ചാടി ഇവളുടെ തുള്ളിച്ചാട്ടം എന്തോ പറഞ്ഞു തെറി പറഞ്ഞു 2 പ്രാവശ്യം. എന്റെ വീട് റോഡിന്റെ റോഡിന്ന് കാല് വെച്ച വീടാ, എവിടെയാ കളിക്കുക പിന്നെ നമ്മള്? അതും വീട്ടിനകത്ത് തന്നെ കളിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ യു ആർ ആസ്കിങ് ഫോർ എൻ ഇന്റർവ്യൂ, ഓക്കെ, ഞങ്ങൾ സംസാരിക്കാൻ ഞങ്ങൾ റെഡിയാണ്, എന്തായാലും വി ആർ വെരി ഓപ്പൺ അബൌട്ട് ഇറ്റ്. ഈ വീഡിയോ എടുത്തിട്ട് ഇതിൻ്റെ കട്ട്സ് വേറൊരാൾ എടുത്തിട്ട് അതിൽ വേറെ പാട്ട് മിക്സ് ചെയ്തിട്ട് ദാ കണ്ടോ എന്ന് പറഞ്ഞ് സൂം ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ വിൽ യു ഗെറ്റ് ആംഗ്രി ഓർ നോട്ട്? അത് അപ്പോൾ വിൽ വി ഗെറ്റ് ആംഗ്രി ഓർ നോട്ട്? ഇതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതായത് ഒരു പണിയില്ലാത്ത ആൾക്കാർ ഞങ്ങളുടെ ഏതെങ്കിലും വീഡിയോ എടുത്തിട്ട് ഇന്നലെ വൈകുന്നേരം ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ദിവ്യ ശ്രീധർ പറഞ്ഞത് ഇപ്രകാരം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറയാത്ത ഓരോ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയും. ഞങ്ങൾ ആ റിയാക്ഷൻ വീഡിയോ ചോദിച്ചിട്ടില്ല. ഞങ്ങളെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാർക്ക് ഞങ്ങളെ സൗകര്യം ചെയ്തു കൊടുക്കാൻ മാക്സിമം സൗകര്യം ചെയ്തു കൊടുക്കുക, ഒരു കുഴപ്പമില്ല. വി ആർ ഗിവിങ് റെസ്പെക്ട് ടു വർക്ക്. അവർ ചെയ്യുന്ന വർക്ക്. ഓക്കെ, ആ വീഡിയോനെ കോപ്പി എടുത്ത് ഒരു ന്യൂസ് ഉണ്ടാക്കി, അറിയാമോ നിങ്ങൾ ഈ സീരിയൽ നടനെ വിവരം കല്യാണം, ഒരു മുഖഭാവത്തിൽ ഒരു 10 പൈസയുടെ മാറ്റം വന്നാലെങ്കിലും കൊള്ളാം. ഈ പണ്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഈ കർത്താവിനെ കുരിശത്തിറക്കുന്ന സമയത്ത് വലത് കയ്യിൽ അണിയടിച്ചപ്പോഴും ഇടത് കയ്യിൽ അണിയടിച്ചപ്പോൾ കാലിൽ അണിയടിച്ചപ്പോൾ മുഖത്തൊരു ഭാവവ്യത്യാസം ഉണ്ടായില്ലാന്ന്. അതിനേക്കാളും ബെറ്ററായി ഒരു കർത്താവിനെ വെട്ടിക്കുന്ന ലെവലിൽ ഒരു ഭാവവ്യത്യാസം ഇല്ലാതെ ന്യൂസ് വായിക്കുന്ന കുറേ ആൾക്കാർ. ഇതില് ഒരു കൂട്ടം ആൾക്കാർ, ഇതിലിപ്പോ നാട്ടുകാരെന്ന് പറയുന്ന ആളുകളുടെ ഒരു സെക്സ് ദാരിദ്ര്യം എന്ന് വേണമെങ്കിൽ ഇല്ല, ഐ വുഡ് നോട്ട് സേ ദാറ്റ്. കാരണം ഇന്നും പ്രൂഫുണ്ട്. തൃശ്ശൂർ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങിയ സമയത്ത് ട്രെയിനകത്തുനിന്ന് എനിക്ക് നിങ്ങളെ വിളിച്ചിട്ട് ഒരു മുസ്ലിം ലേഡി വിളിച്ചിട്ട് ഞാനിതുപോലെ അനുഭവിച്ചതാണ്, എനിക്ക് നിങ്ങളുടെ ഇതറിയാം, വി ആർ വെരി ഹാപ്പി. ഞങ്ങൾ വന്ന് സംസാരിക്കുന്നവരെല്ലാം എന്തുകൊണ്ടാണ് നല്ലത് സംസാരിക്കണേ? അവർക്ക് എന്താ ഈ ദാരിദ്ര്യം ഇല്ലാത്ത? അല്ല, ഇത് ക്രിയേറ്റഡ് ആയിട്ടുള്ള ഇതാണെന്ന് ഞാൻ പറയുന്നത്. ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പോ ഈ മീഡിയക്കാരാണെങ്കിലും ദിവ്യ പറഞ്ഞ മാതിരി സൂം ചെയ്യലും അല്ലെങ്കിൽ വൃത്തികെട്ട രീതിയിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, കമന്റ്സും എല്ലാം കണക്ട് ചെയ്ത് കൊടുക്കുന്നത് ആ വ്യൂസിലൂടെയാണ് അവർക്ക് വീട്ടിലോട്ട് അരി വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിട്ട് കൊടുത്താൽ അത് തിന്നുമ്പം ഒരു ഇതുണ്ടാവില്ലേ ആ ടേസ്റ്റില്? അത് തന്നെയാണോ അവരുടെ അമ്മയ്ക്കും മക്കൾക്കും ഭാര്യയ്ക്കും ഒക്കെ കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പൊ മീഡിയക്കാർ ഈ ഒരു സംഭവത്തിന് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോ ആ ഒരു ഇങ്ങനെ ചെയ്താലേ എനിക്ക് ഇങ്ങനെ കിട്ടൂ, ആ ഒരു രീതിയിൽ കിട്ടിയ ഓൾറെഡി ഏജ് മാറ്ററും ഉള്ള സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളെ പുറത്തോട്ട് ഈ മീഡിയക്കാർ എടുക്കുന്ന ഈ ഒരു രീതിയിലാണ്, എന്നാലാണ് അവർക്ക് കിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു ബുള്ളിങ് കേസോ കാര്യങ്ങളോ ആ രീതിയിൽ പോകുന്നുണ്ട്. ലീഗലായിട്ട് തന്നെ പോകുന്നു. ഐ എം ആൻ അഡ്വക്കേറ്റ്. എനിക്ക് അതിന് വേറൊരാളുടെ ആവശ്യമില്ല. ഞാനത് കേസായിട്ട് തന്നെ ഐ എം ടേക്കിംഗ് ഇറ്റ് ഫോർവേഡ്. ഉടനെ തന്നെ ആ കംപ്ലൈൻറ്റ് വരും. ഈ ആൾക്കാർക്കെല്ലാം കോൾസ് പോവും. ഒറിജിനലായിട്ടുള്ള ആൾക്കാരെ അപ്പിയർ ചെയ്യേണ്ടി വരും. അതിൽ പോലീസുകാരും എല്ലാവരും ഉണ്ട്. സോ കമന്റ്സ് എപ്പോഴെങ്കിലും ലിമിറ്റ് ചെയ്യണമെന്നുണ്ട്. അത് പൊതുവേ സോഷ്യൽ മീഡിയ എനിക്കോ അല്ലല്ല, പൊതുവേ ചേട്ടാ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചില ആൾക്കാർ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടായിരിക്കും ഒരു റീലോ ഒരു ഡാൻസോ ചിലപ്പോൾ ഒന്നും ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും. പക്ഷെ എന്നാലും അതിൽ വരുന്ന കമന്റ്സ് ഉണ്ട്. പിന്നെ എല്ലാവരും പെർഫെക്റ്റ് അല്ലല്ലോ, നമുക്ക് അറിയുന്ന പോലെ നമ്മൾ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഈ തമ്പ് കൊടുക്കുമ്പോഴും ഈ കമന്റ്സ് കൊടുക്കുമ്പോഴും ഒക്കെ അവരെ മെന്റലി തളർത്തും. ചിലവർ ഇതൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് നിർത്തി പോകുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സൈബർ ബുള്ളിങ്, സൈബറിലോ ഈ ബുള്ളിങ്ങിനെതിരെയുള്ള സൈബർ ഇത് സ്ട്രോങ് ആണെന്ന് ചേട്ടൻ തോന്നുന്നുണ്ടോ? ആക്ഷൻ വരുന്ന ആസ് എ അഡ്വക്കേറ്റ് ആ ഒരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സമയാസമയത്തിന് നിയമം മാറണം എന്നുള്ളത് ഒരു റൂളാണ്. ഇപ്പോഴത്തെ IT ആക്ട് 2000 IT ആക്ടാണ്. 25 വർഷം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ എത്രത്തോളം ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വളരെ കുറച്ച് അമെൻമെൻറ്റ്സ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ IT ആക്ട് 2000 അമെൻമെൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് ആ സമയത്തിൽ മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പോഴും ഫ്ലോപ്പി ഡിസ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അറിയ പോലും ഇല്ല. അപ്പോൾ ആ ലോയിൻ്റെ അപ്ഡേറ്റ്സ് വരുന്നതിൻ്റെ സ്പീഡ്, the speed of an ordinance becoming a law is much slower than the update of a system. നമ്മൾ ഇന്നൊരു നിയമം ഉണ്ടാക്കി iPhone 16 ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നാളെ iPhone 17 ആണ്. അപ്പോൾ ആ റൂൾ മാറി, ഡസൻ അപ്ലൈ അല്ലേ?
അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നമുള്ളത് കൊണ്ട് നിയമപരമായിട്ട് നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പരിമിതിയുണ്ട്. പക്ഷേ ഒരു സ്ത്രീയെ അപമാനിക്കുന്നത് അത് സൈബറല്ല, സൈബറുടെ അച്ഛനായാലും ശരി അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലായാലും ശരി, അതിന് നിയമമുണ്ട്. സ്ലാൻഡർ, എന്നെ അപമാനിക്കാൻ അവർ യൂസ് ചെയ്യുന്ന വാക്കുകൾ, കുഞ്ഞുമോളെ അപമാനിക്കാൻ എന്നെ ചെയ്യുന്നത് കുഴപ്പമില്ല, അത് 499 IPC, ഇപ്പോൾ BNSS വേറെ കോഡാണ്, ഡിഫമേഷൻ മാത്രമാണ്. പക്ഷേ ഒരു സ്ത്രീയെ അപമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അതിനേക്കാളും വലിയ കുറ്റമാണ്. അതാണ് ഇവർ ചെയ്യുന്നത്, അതിനാണ് കേസെടുക്കുന്നത്. അല്ലാതെ ഇവർ സൈബറിൽ ഇവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, ഞങ്ങൾ വലിയ എഴുത്തുകാരാണ്, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാൻ അറിയാമെന്ന് പറയുന്നത്, ചിന്തിച്ചോളൂ, കുഴപ്പമില്ല. നിങ്ങളുടെ അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ചിന്തിക്കൂ, അവരെ ചെയ്ത തെറ്റാണ് നിങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കൂ, ഇല്ലേ? അപ്പോൾ അല്ല അല്ല ഞാൻ പറയുന്നത് ഇപ്പം അവർക്ക് കുറച്ച് അന്ന് TV സീരിയലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പ്രോബബ്ലി ദേ വർ ജസ്റ്റ് എ പ്രൊഡക്റ്റ് ഓഫ് എൻ എൻ്റർടൈൻമെൻറ്റ്. അപ്പം അങ്ങനത്തെ ഒരു അബദ്ധം, അപ്പം അങ്ങനത്തെ ഡിഫോൾട്ട് പ്രോഡക്റ്റിനകത്ത് ഫോൾട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഡി ഇല്ല, വെറും ഫോൾട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് പറയുന്നത്, ഈ പൈസയ്ക്ക് വേണ്ടി കമൻറ്റ് എഴുതുന്നത്, പൈസയ്ക്ക് വേണ്ടി മോശം വീഡിയോ എടുത്തിരുന്നത്, അതൊന്നും വലിയ നേട്ടമൊന്നുമല്ല. കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങളുടെ മക്കൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുമ്പോൾ കംപ്ലൈൻറ്റ് പറയാൻ പറ്റില്ല, കാരണം നിങ്ങളിങ്ങനെയല്ലേ ജീവിച്ചെന്ന് ചോദിക്കും. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ലീഗലി യെസ്, ഐ ആം ഗോയിങ് ഫോർവേഡ്. അല്ല, ഇത് പാഠമാവില്ല, കാരണം ഇതിന് മുന്നേ നടന്നിട്ടുള്ള സൈബർ കേസസ് ആയാലും ശരി, അത് കഴിഞ്ഞ് നടക്കാതിരിക്കുന്നുണ്ടോ? ബിക്കോസ് ഇറ്റ് ഡസൻറ്റ് സ്കെയർ ദം. ഇപ്പോൾ എക്സൈസിൽ ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും പെഡ്ലേഴ്സൊക്കെ ദേ നോ അവരെ പുറത്തിറക്കാൻ ആൾ വരും എന്നറിയാം, ആ അഹങ്കാരത്തിലാണ്. കമന്റ് ബോക്സ് ഈവൻ നമുക്ക് കുറെ നമുക്ക് വായിക്കുമ്പോൾ ഭയങ്കര മെന്റൽ ബുദ്ധിമുട്ടാണ്, ശരിക്കും സങ്കടം വരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അങ്ങോട്ട് ഓക്കെ എന്ന് പറഞ്ഞങ്ങ് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ പലയിടത്തുനിന്ന് ഞാൻ കേട്ടിട്ടുള്ള മറുപടിയാണ്, കമന്റ് ബോക്സ് ഓൺ ആക്കി വെച്ചിരിക്കുന്നത് കമന്റ് ഇടാനാണ്, പറ്റില്ലെങ്കിൽ ഓഫ് ചെയ്തിട്ടോ. അല്ല, അത് വെറും ഒരു എസ്കേപ്പിസമാണ്. അല്ലേ, ഇപ്പൊ നമ്മുടെ വീടിന്റെ ഗേറ്റ് തുറന്നിട്ടെന്ന് വെച്ചിട്ട് കോർപ്പറേഷൻകാരെ ഗേറ്റിന്റെ ഉള്ളിൽ കൊണ്ട് വേസ്റ്റ് ഇടില്ല. ഓ, നിങ്ങൾ ഗേറ്റ് തുറന്നിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട്, റൈറ്റ്? അപ്പോൾ അത് ശരിക്കും നല്ലൊരു അച്ഛനും അമ്മയ്ക്കും ജനിക്കുക, എഡ്യൂക്കേറ്റഡ് ആവുക, കോമൺ സെൻസ് ഉണ്ടാവുക, മാനേഴ്സ് ഉണ്ടാവുക, എന്നാൽ മാത്രമാണ് എസ്പെഷ്യലി സ്ത്രീയെ കുറിച്ച്. വിളി അവിടെ നിന്ന് വന്നു, കുഴപ്പമില്ല. അല്ല, ഒരു വിളി അവിടെ നിന്ന് വന്നു. അതെ, ഒരു കുറച്ചുകൂടി സീരിയസ് ടോക്ക് ആയിട്ട് നമുക്ക് കുട്ടികളെ ഓക്കെ, കല്യാണം കഴിക്കാനൊക്കെ വേണം ചേട്ടാ? അയ്യേ, അങ്ങനെയല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഏജ് പ്രശ്നമല്ല. കല്യാണം കഴിക്കാൻ വേണ്ടത് ഒരാളെ ആ ആളായിട്ട് തന്നെ മനസ്സിൽ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കുറച്ച് വകതിരിവ്, ഇത്രേ ആവശ്യമുള്ളൂ. ഇപ്പോൾ അപ്പോൾ എനിക്ക് കുഞ്ഞുമോളായിട്ടും എൻ്റെ മക്കളെ എൻ്റെ മക്കളായിട്ടും കുഞ്ഞുമോൾ എന്നെ ഞാനായിട്ടും അക്സെപ്റ്റ് ചെയ്തത് ഞങ്ങളുടെ കല്യാണം. കുഞ്ഞുമോളുടെ അമ്മയ്ക്ക് ഞാനൊരു മകനായിട്ടുണ്ടാവും, എൻ്റെ അമ്മയ്ക്ക് കുഞ്ഞുമോളൊരു മകളായിട്ടുണ്ടാവും. ഇതെല്ലാം ആ അക്സെപ്റ്റൻസിൻ്റെ ബേസിസിലാണുള്ളത്. ഇതിൽ കൂടുതൽ എന്താണ് ആവശ്യമുള്ളത്? വേറെ ഒന്നും ആവശ്യമില്ല. പക്ഷേ പൊതുവേ ഒരു റൂൾ ബുക്ക് ഉണ്ടല്ലോ സൊസൈറ്റിയിൽ, ഇന്ന ടൈമിൽ. ഞാൻ കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല. കാരണം ഈ റൂൾ ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഈ കമന്റ് എഴുതിയ ആൾക്കാർ മുഴുവൻ ആ റൂൾ ബുക്കിനകത്ത് പെടില്ല. കാരണം അവർ എഴുതുന്നത് ഈ റൂൾ ബുക്കിൽ എവിടെയില്ലാത്ത അത്രയും വൃത്തികേടാണ്. എൻ്റെ മോക്ക് ഞാൻ ആഹാരം കൊടുക്കുന്നത്, സൂക്ഷിച്ചോ അവളെ പെട്ടെന്ന് കല്യാണം കഴിച്ചോട്ടെ ഇയാൾ കയറി പിടിക്കും എന്ന് പറയുന്നത് അവരുടെ വീട്ടിൽ പാവം അവരുടെ അച്ഛൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ തോന്നില്ലല്ലോ. അപ്പം അവർ അപ്പം അല്ല, ഞാൻ പറഞ്ഞു വന്നത് പൊതുവേ ഉള്ള സമയം. ഇപ്പൊ എന്റെ ഒരു ടൈം പീരീഡിലേക്കാണെങ്കിൽ 22-നും 25-ന്റെ ഇടയിൽ കല്യാണം, 25-നും 30-നും പ്രസവം, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തും ഈവൻ ചെറിയ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ ചോദിക്കും, ചേച്ചി എനിക്കൊരു ഇഷ്ടമുണ്ട്, ആ ആൾക്ക് എന്നെക്കാളും ഏജ് കൂടുതലാണ് അല്ലെങ്കിൽ വളരെ ഏജ് കുറവാണ്, അപ്പൊ ഇത് മെച്യൂരിറ്റി ഇതാക്കുമോ, അല്ലെങ്കിൽ നാട്ടുകാർ എന്ത് പറയും? വീട്ടിൽ ചില കല്യാണങ്ങളൊക്കെ വീട്ടിൽ സമ്മതിക്കാത്തത് ഈ ഏജ് മാറ്ററിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, പണ്ട് കാലത്തൊക്കെ കല്യാണം ഉണ്ട് പലയിടത്തും. അല്ല 12-13 വയസ്സ് വ്യത്യാസത്തിൽ. ഞാൻ പറയുന്നത് കുറച്ച് പ്രായമുള്ളവരെ കെട്ടണം എന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ട, സെയിം ഏജ് മതി, അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് പോകും, കാര്യമില്ല. സെയിം ഏജിൽ കല്യാണം കഴിച്ചാലുള്ള ഒരു പ്രോബ്ലം പറഞ്ഞുതരാം. ഒരാൾക്കും
വിട്ടുകൊടുക്കാനുള്ള മനസ്സുണ്ടാവില്ല, അതെ അതെ പ്രശ്നം ഉണ്ടാവും. പ്രശ്നം ഉണ്ടാവും. അത് മനസ്സിലാക്കണം. അതാണ് നേരത്തെയുള്ള ആ ഒരു ദ റിക്വയർമെൻറ്റ്, ദ പ്രീ റിക്വസിറ്റ് ഫോർ മാരേജ്. ഒരാളായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം. അതിന് സെയിം ഏജ് ആണെങ്കിലും കുഴപ്പമില്ല. സെയിം ഏജിൽ ഇപ്പൊ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയുന്ന പോലെ ഒരു ക്യാരക്ടർ ഉണ്ടാവുമല്ലോ, ഒരു 22-21 വയസ്സിലൊക്കെ ഉണ്ടാവുന്ന ഒരു. ഞാൻ ആദ്യം കല്യാണം കഴിക്കുമ്പോൾ 21 വയസ്സാണ് എനിക്ക്. ഐ നോ വാട്ട് ഹാപ്പൻസ്. കുഞ്ഞുമോൾ ആദ്യം കല്യാണം കഴിക്കുമ്പോൾ 18 വയസ്സാണ്. കല്യാണമല്ല, അന്ന് ഷീ ഹാഡ് ടു ഡു സംതിങ് ഔട്ട് ഓഫ്, എന്താ പറയുക, ആ ഒരു നീഡ് ഓഫ് ദാറ്റ് ടൈം. അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് തീർച്ചയായിട്ടും അറിയാം. അതുകൊണ്ട് പാവം ഇങ്ങനെ കുത്തിയിരുന്ന് കഥ എഴുതേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് എല്ലാ കഥയും അറിയാം. അല്ല, ഇനി കൊണ്ടുവന്നാൽ എനിക്ക് ഞാൻ ചിലപ്പോൾ അടുത്ത സിനിമയ്ക്ക് എടുത്തെന്ന് വരും. ഐ ജസ്റ്റ് യൂസ് ഇറ്റ് ആസ് ടോപ്പിക്. അത് കൊടുക്കില്ല. അതെ. അല്ല, ഇതിന് മുന്നേ ഒരു സ്ഥലത്ത് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ വാഷ്റൂമിൽ പോയി കഴിഞ്ഞാൽ ഫ്ലഷ് ചെയ്ത് കളയലേ ഉള്ളൂ. അത് പോയിരുന്ന് എങ്ങനെയുണ്ടെന്നൊന്നും നോക്കിക്കൊണ്ടിരിക്കില്ലല്ലോ. ഈ കമന്റേഴ്സ് ഒക്കെ അത്രയേ ഉള്ളൂ. അതാ ഞാൻ എടുത്ത് ചോദിച്ചത്. കാരണം ഇതൊക്കെ ഇപ്പോഴാണ് ഞാൻ കേട്ടത്. ഇതെന്ത് ഇങ്ങനെ? അല്ല, ഞാൻ ഇങ്ങനെയാണ്. അതുപോലത്തെ ക്വസ്റ്റ്യൻസ് കൊടുക്കണം. അതാണ് അത് പഠിച്ചു. അല്ല, ഞാൻ അതുകൊണ്ടാ ചോദിച്ചത്. ചിലവരിങ്ങനെ അയ്യോ ഇത്രയും വയസ്സുള്ള ആളെ. അപ്പൊ എനിക്ക് അതിനകത്തൊരു ഫാക്ട്, ഞാൻ നോക്കുന്ന 2 വ്യക്തികൾ തമ്മിൽ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു, ജീവിക്കുന്നു. അപ്പൊ ഇവര് കൊണ്ടുവരുന്ന കുറെ സംഭവങ്ങളുണ്ട്. ഒരുപാട് ഈവൻ ഹെൽത്ത് വൈസ് ഉണ്ടാകുന്ന ചേഞ്ചസ് വരെ സംസാരിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ ആദ്യം ഹെൽത്തോ ഫിസിയോളജിയോ? അതായത് അല്ല, ഇവര് കൂടുതലും ഫിസിയോളജി മാത്രമേ പറയാറുള്ളൂ. ഹെൽത്ത് ഒന്നും അവർക്ക് അറിയില്ല. കാരണം ദേ ആർ സോ അൺഹെൽത്തി ഇൻ ദ മൈൻഡ് ആൻഡ് ബോഡി. അവർ ഫിസിയോളജി മാത്രമേ പറയുള്ളൂ. അതെ. അപ്പൊ അതിനകത്ത് ചേട്ടൻ, ഇപ്പൊ ഞാൻ ദിവ്യോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്. ഇതിൽ ഇവർക്കൊന്നും വേറെ പണിയില്ലേ? ഒരു സമയത്ത് വലിയൊരു വിപ്ലവമായിരുന്നു നിങ്ങൾ സോഷ്യൽ മീഡിയയില്. ഈ ഏജ് വയസ്സിലുള്ള ഒരു കല്യാണം വന്നപ്പോ എന്റെ അടുത്ത് പോരട്ടെ എന്നുള്ളൊരു സാധനം എന്റെ അടുത്ത് ഒരാൾ വന്നിട്ട്, നിങ്ങളെ കാണുമ്പോൾ എനിക്ക് അസൂയ. ഞങ്ങളുടെ പ്രായത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എത്ര പ്രായം? 62. ഞാൻ മിണ്ടിപ്പോരുത്, ഞാൻ 49 ആയിട്ടുള്ള അന്ന്. ഐ എം ജസ്റ്റ് 15 ആണ്. ലുക്കാണോ എനിക്ക് തോന്നുന്നു ആൾക്കാർ കൂടുതലും. അവർക്ക് എന്തെങ്കിലും ചീത്ത വരണം. പല ആൾക്കാരും, സുന്ദരിയായ ഒരു പെൺകുട്ടി പല ആൾക്കാരും ആഗ്രഹിച്ചു, കിട്ടിയില്ല. ഒരു കിളവനെ പോലെ ഇരിക്കുന്ന ഒരാൾ തട്ടിക്കൊണ്ടുപോയി, എന്നാൽ അവനെ ചീത്ത വിളിക്കാം. അപ്പൊ എന്നെ ചീത്ത വിളിച്ചിട്ട് ഒന്നും നടക്കില്ല. അല്ല, അങ്ങനെ ചീത്ത വിളിക്കുന്ന ആൾക്കാര് എൻ്റെ അടുത്ത് വർക്ക് ചെയ്യില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പം, ഓ ക്രിസ്റ്റിന് പറഞ്ഞ കാര്യമൊന്നുമില്ല, അവളെ പറഞ്ഞാൽ മതി, അവളല്ലോ. അപ്പൊ എങ്ങനെയെങ്കിലും അടിച്ചു പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ വേക്കൻസി ഓപ്പൺ ആയാലോ. തരുന്നില്ല. ഇത്ര പെട്ടെന്ന് കല്യാണം കഴിയുന്നു വിചാരിച്ചില്ല. ഭാഗ്യമായിരുന്നു. നിന്റെ ഫാൻസിനോട് പറയാ, തരുന്നില്ല. ബുക്കൊക്കെ എങ്ങനെ എഴുതുന്നുണ്ട്. ആളുടെ പേര് അവസാനം എഴുതാൻ വെച്ചേക്കല്ലേ? അത് ചോദിച്ചിട്ട് എഴുതല്ലേ, ഫാമിലി പ്രശ്നമാവില്ല. അത് എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. ലാസ്റ്റ് ഇത് വരുമ്പോ അവര് തന്നെ എഴുതുവാണെങ്കിൽ അവർ തന്നെ വേണമെങ്കിൽ എഴുതാത്തെങ്കിലും ഏതെങ്കിലും വീഡിയോയിൽ കമന്റ്. ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ കുഞ്ഞുമോള് സംസാരിക്കുന്ന, ഐ നോ ഓൾമോസ്റ്റ് ഓൾ ഹർ ഫ്രണ്ട്സ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ കുഞ്ഞുമോള് വിളിച്ച് സംസാരിക്കുന്ന ആള് പണ്ട് പ്രേമിക്കാൻ വന്ന, അതായത് പ്രേമിച്ച ആളുടെ സഹോദരീനെ വിളിച്ചിട്ട് സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ തോന്നും ചങ്കത്തി, അയ്യോ ഇത്ര വലിയ ചങ്കത്തി. അയാൾ വേറെ കല്യാണം കഴിച്ച് സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷെ ഇവര് രണ്ടുപേരും തമ്മിൽ വലിയ കമ്പനിയാണ്. കല്യാണം കഴിഞ്ഞു അതൊക്കെ ഇപ്പം നമുക്ക് കിട്ടണമെന്നില്ല അല്ലേ? എന്നിട്ട് ഇപ്പോഴും സംസാരിക്കണം എന്താ, എന്നാലും അന്ന് എന്നൊക്കെ അങ്ങനെയാ. അല്ല, അത് വെച്ചാൽ നമ്മളെ മനസ്സിൽ കളങ്കമില്ല ഇപ്പോഴും. അതന്ന് സ്നേഹിച്ചു, ശരി, ഓക്കെ, കിട്ടിയില്ല. എപ്പോഴും കുഞ്ഞുമോള് പറഞ്ഞത്, പണ്ടത്തെ പ്രണയം എന്ന് പറഞ്ഞാൽ ബുക്കിനകത്ത് ഫോട്ടോ വയ്ക്കുക, രാത്രി ഫോട്ടോ എടുത്ത് നോക്കുക, ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നിപ്പോ കാരണം ഈ 2 ദിവസത്തിനിടയിൽ കഴിഞ്ഞു പോക്കോ. അല്ല, ഡേറ്റ്സ് അല്ലല്ലോ ഇപ്പൊ 2 ദിവസം എന്ന് പറഞ്ഞു. മറവുണ്ടല്ലോ അതിന്. ഈശ്വരാ, അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് കാണും. അപ്പൊ വഴിയിൽ ഞാൻ അങ്ങനെയൊക്കെ കത്താം കേട്ടാ. ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പോകുമ്പോ ഓട്ടോയിൽ ഇരിക്കുന്നുണ്ടാവും. എന്നിട്ടിങ്ങനെ ആരും കാണാണ്ട് ഇങ്ങനെ തെരഞ്ഞുകൊണ്ട് വരുമ്പോ ഞാൻ ഇങ്ങനെ വാങ്ങിയിട്ട് ഒറ്റ പോക്കൊക്കെ വെച്ചിട്ട് ഒരു നടത്താ. അതെ, ഇപ്പൊ അതില്ല. അല്ല, ഇപ്പൊ പറഞ്ഞില്ലേ ഒരു മധുരം ഉണ്ടായിരുന്നു. യു സൈഡ് 2 ദിവസമാണെന്ന് പറഞ്ഞില്ലേ, ഈ 2 ദിവസത്തിനിടയിൽ ഒരു രാത്രി ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ഈ 2 ദിവസം എന്തായാലും ഉണ്ടാവും, ഇടയ്ക്കൊരു രാത്രി ഉണ്ടാവും.
ഇപ്പൊ അവരായിട്ട് നല്ല കമ്പനിയൊക്കെ ഉണ്ട് കേട്ടോ. അവരെ പെങ്ങളായിട്ട് കമ്പനിയൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങനത്തെ ഒന്നുമില്ല. അവർ ഫാമിലിയായിട്ട് ജീവിക്കുന്നു. അവരെ ഫാമിലിയിൽ നമ്മൾ പോകുന്നില്ലല്ലോ. അവരനിയത്തിയായിട്ട് സംസാരിക്കും, ഏട്ടനായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുശലങ്ങളൊക്കെ ഇങ്ങനെ പറയും. നാട്ടിൽ പോയി എന്ന് പറഞ്ഞുതരും, ഫോട്ടോ ഒക്കെ അയച്ചു തരും. നമ്മളാരും ദ്രോഹിക്കുന്നൊന്നുമില്ലല്ലോ. ഇപ്പൊ ഞാൻ നേരത്തെ ഒരു ഇത് കണ്ടപ്പോഴാണ് ഞാൻ ചോദിച്ചത്, ഈ അസ്ഥാനത്ത് വരുന്നുണ്ടോ നോ ഇഷ്യൂസ്? നോ ഇഷ്യൂസ് ഏട്ടൻ മാത്രമേ ഉള്ളൂ. ഞാൻ അതിൽ കുറച്ച് വാക്കുകൾ കട്ടെടുത്തു എന്ന് മാത്രം. ഒരു ആളോട് ഞാനങ്ങനെ പറയില്ല. എന്തോ അവിടെ ഒരു യമുന ചേച്ചിൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ വെച്ചപ്പോൾ അവിടെ കുറേ ടീം വന്നായിരുന്നു. അപ്പോൾ അവർക്ക് ഏട്ടനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പറ്റിയില്ല. അവർ വേഗം തിരക്ക് പിടിച്ച് പോവുകയാണ്. അപ്പോൾ പറ്റുന്നില്ല. നോ ഇഷ്യൂ നീ ആരോട് നോ ഇഷ്യൂ അല്ല, ദാറ്റ് ഷോസ് ഹൗ യങ് ഷീസ് അറ്റ് മൈൻഡ്. കാരണം പഠിക്കാൻ പറ്റുന്നുണ്ട്, പെട്ടെന്ന് പഠിച്ചെടുക്കുന്നുണ്ട്. അത് യൂസ് ചെയ്യാൻ എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ട്. ആ സ്ഥാനത്ത് യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ കളിയാക്കി പറയും, ഈ അഗ്രഹാരത്തിലൊരു മാമി, അപ്പോൾ അവർക്ക് എല്ലാ ദിവസവും ഒരു പുതിയ ഇംഗ്ലീഷ് വാക്ക് പഠിച്ചേ പറ്റൂ. അപ്പോൾ അവരിങ്ങനെ എവിടെയോ ഫൈറ്റ് എന്നുള്ള വാക്ക് കേട്ടു. അപ്പോൾ ഈ ഫൈറ്റ് എന്നുള്ള വാക്ക് പഠിച്ചത് നേരെ ചൊവ്വേ പഠിച്ചതുമില്ല. അടുത്ത ദിവസം അടുത്ത വീട്ടിലുള്ള വേറൊരു മാമിയെടുത്ത് പറയാം, ഓഹ് നേത്തിക്ക് സായങ്കാലം മാമ ബൈറ്റ് ഫുൾ ടൈം. അപ്പൊ ബൈറ്റ് ആയി കഴിഞ്ഞാൽ എന്താവുന്നൊന്നും അറിയില്ല. പക്ഷെ കുഞ്ഞുമോൾ അങ്ങനെയൊന്നുമില്ല, പഠിച്ചെടുക്കുന്നുണ്ട്, കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അല്ല, എനിക്കിപ്പോ പറഞ്ഞൊക്കെ മനസ്സിലായി. ഇംഗ്ലീഷൊക്കെ വ്യത്യസ്തം സംസാരിച്ചേ രണ്ടാണോ ഒക്കെ മനസ്സിലായി. പക്ഷെ അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല, പക്ഷെ മനസ്സിലായി. രണ്ടുപേരും കുക്ക് ചെയ്യോ? രണ്ടുപേരും ഡിഫറെന്റ് കുക്കിംഗ് സ്റ്റൈൽ. അതെ ഏട്ടന് വേറെ സ്റ്റൈൽ, പിന്നെ ടേസ്റ്റ് മാറ്റല്ലേ, നല്ലതാ ഏട്ടന്. എനിക്ക് ഐ കുക്ക് വേൾഡ് ഓവർ ഏതായാലും. ക്വിസീൻ എനിക്ക് പ്രശ്നമില്ല, എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. പരിപ്പും ആ ചോറില്ലേ കുറച്ച് വെള്ളം ദാൽ ചാവലോ അതെനിക്ക് ഇഷ്ടമാണ്. ഖിച്ചടി, ദാൽ ചാവൽ, പുലാവ്, യാക്നി പുലാവ്, അങ്ങനത്തെ ഇതെല്ലാം റൈസ് ഐറ്റംസിൽ. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞത് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഇതിലേക്ക് ആഡ് ആവുമല്ലോ. അപ്പോൾ ദിവ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു മസ്റ്റ് കാര്യങ്ങൾ, അതായത് നമ്മൾ പണ്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ടേക്കപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ, അതിൽ ഏറ്റവും ഇഷ്ടം. ഞാൻ ഈ ബോറടിക്കുമ്പോ മറ്റേ തുണി വലിച്ചു വരിയിട്ടിട്ട് മടക്കുന്ന പരിപാടിയല്ല. അതല്ല പിന്നെന്താ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് പുതിയ അങ്ങനെ സെക്ഷൻ ഒന്നുമില്ലല്ലോ. അങ്ങനെ ഒന്നുമില്ല. ഈ ഒരു ഭ്രാന്ത് മാത്രമേ എനിക്ക് ഉള്ളൂ. വെറുതെ എടുത്ത തുണി പിന്നെ മടക്കി വെക്കും. പിന്നെ ഇല്ല, ഞാൻ അടിച്ചു വരിക്കും, മീൻസ് തൂത്ത് വരിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ നമുക്കത് പലപ്പോഴും അങ്ങനെ ഒരു ഹാബിറ്റ്, അത് OCD ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഇത് നമുക്ക് പലപ്പോഴും മൈൻഡ് സൈലന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാവുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ കുട്ടിക്കാലം തൊട്ടുള്ള ട്രോമേനെ നമുക്ക് എങ്ങനെയെങ്കിലും ഇറേസ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിക്കഴിഞ്ഞാൽ then she'll be like okay. പിന്നെ ഞാൻ പെട്ടെന്ന് പണി തീർക്കൂല. ഞാൻ ഈ ഉറങ്ങിയേയില്ല, ഉച്ചക്ക് ഉറങ്ങൂല. അപ്പം ഞാനൊരു പണി അത് രാത്രി വരെ ആക്കിക്കും. അങ്ങനെ പതുക്കെ എടുത്തെടുത്ത് ഞാൻ ഇങ്ങനെ ആ ഒരു ബിസി ആയി തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട്, വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ല. എൻ്റെ ഇടയിൽ ഫോണൊക്കെ വന്നാൽ എടുക്കും. അങ്ങനെ ഞാൻ പണിയെടുത്തുകൊണ്ടേയിരിക്കും. അപ്പം ഏട്ടൻ ചില സമയത്ത് വിളിച്ചിട്ട് വീഡിയോ കോളെല്ലാം വിളിച്ചിട്ട് അസ്ഥാനത്തൊക്കെ ആയിരിക്കും വിളിക്കുക. ഞാൻ പണീൻ്റെ തിരക്കായിരിക്കും. എന്നാലും ഏട്ടൻ വീഡിയോ കോൾ വിളിച്ചിട്ട് ഇങ്ങനെ സ്നേഹിച്ചിട്ട് ഇങ്ങനെ വർത്താനം പറയുമ്പോ എനിക്ക് ഇവിടെ പണി. ഞാൻ വളരെ ഇതായിട്ട് കുഞ്ഞുമോളെ അവൻ കമന്റ് ചെയ്ത് എന്താണെന്നറിയോ, നിക്ക് ഞാൻ വായിച്ചു തരാം. ഒരു 55 കമന്റ് വന്നത് മുഴുവനായിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ സംസാരിക്കാൻ വിളിക്കുന്നത്. എന്നിട്ട് ഈ അരമണിക്കൂർ ഈ കമന്റ്സ് മുഴുവൻ വായിച്ചേ. ശരി കുഞ്ഞെ, ഓക്കെ. ഫോണിൽ വീഡിയോ കോൾ വിളിക്കും. അത്ര വലിയ ഒരു കുഴപ്പമില്ലേ. എന്നേരം നന്ദു ഞാൻ സംസാരിച്ചോണ്ടെങ്കിൽ ഉടനെ മുഖം മാറ്റിക്കളയും. ഞാൻ വന്നിട്ട് പിള്ളേരോട് അല്ല, അതിന്റെയും റീസൺ കൂടെ പറഞ്ഞുതരാം. ഇനിയിപ്പോ മേ ബി ഇഫ് യു വോണ്ട് ടു ചെക്ക് ദാറ്റ്, നമ്മൾ ഈ വീഡിയോ കോൾ സംസാരിക്കുമ്പോൾ ഫേസ് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസിനകത്തുള്ള കള്ളത്തരം കണ്ടുപിടിക്കരുതേ എന്നാണ് പറയണത്. സ്ട്രെസ്ഡ് ആണ്, അതെനിക്ക് മനസ്സിലാവും. അപ്പോൾ എൻ്റെ മുഖം തരില്ല. തന്നാൽ കണ്ടുപിടിക്കും, തന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുപിടിക്കും. കാരണം തരുന്നില്ലല്ലോ.
അത് ചോദിക്കാൻ പാടില്ല, ചോദിച്ചാൽ ഇഷ്ടപ്പെടില്ല. ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. ഞാൻ ഇപ്പൊ അതെങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് എന്താ സംഭവം അറിയാം. മിനിഞ്ഞാന്ന് നമ്മളെ പപ്പീസിനെടുക്കാൻ വേണ്ടി പോയി. അന്ന് ശരിക്കും പറഞ്ഞാൽ എന്താ എന്തോ ഉള്ളിലുണ്ടോ എന്ന് എനിക്ക് അങ്ങനെ വലിയത്. പക്ഷെ പെട്ടെന്ന് ഏട്ടൻ നോക്കിയപ്പോൾ ഏട്ടൻ ഇങ്ങനെ ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കോളനം ചെയ്ത് വെച്ച് ഞാനും ഉണ്ടാണ്ട് പ്രകൃതി ഭംഗി അത് രാത്രിക്ക് പ്രകൃതി ഭംഗിയാണ് തുണിക്കടയിൽ നോക്കും. എന്നിട്ട് ഏട്ടനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് ഏട്ടൻ ഞാൻ നോക്കുന്നത് എന്തുവാ എന്താ പ്രശ്നം എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഒന്നുമില്ല ഏട്ടാ അല്ല അങ്ങല്ല ഒന്നുമില്ല. കുറച്ച് മൂവ് ചെയ്താ പറയും എന്നോട് പറയാൻ വിഷമമുണ്ടോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നു. ഒന്നുമില്ല. അല്ല തിരിച്ച് പിന്നെ അടുത്ത ഡയലോഗ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ട മനസ്സില് അതുണ്ടെങ്കിൽ പറയാത്. എന്നിട്ട് പിന്നെയും മുമ്പോട്ട് പോകുമ്പോ പറമ്മ എന്നോട് പറയാൻ വിഷമമുണ്ടാ ഇത് പറഞ്ഞാലേ മുഖം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുണ്ട് നീ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുന്ന എന്താ സംഭവം. അപ്പൊ ഞാൻ എടുത്തു വയ്ക്കും. ശരിക്കും ഇറക്കാണോ പ്രശ്നം നിങ്ങൾക്ക് എന്താ പ്രശ്നം ഉണ്ടാ നിങ്ങൾ പുല്ലുപോലില്ലല്ലോ മുഖമെല്ലാം തെങ്ങിയ ഇരിക്കുന്നു ഞാൻ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കും. എനിക്കറിയാം ഞാൻ മിണ്ടായിരിക്കും. കുഞ്ഞുമോള് ഞാൻ ഇത്രയും ഒരു വർഷമായിട്ട് ഞാൻ മനസ്സിലാക്കില്ല. മക്കളെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് രാത്രി വീട്ടിൽ ആഹാരം കഴിക്കേണ്ട അമ്മയുടെ കയ്യിന്നാണ്. അപ്പൊ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാനുണ്ടാവില്ല. അല്ല അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അത് കേട്ടിട്ട് വലിയ സന്തോഷമൊന്നും വേണ്ട. കാരണം നിങ്ങൾക്ക് എതിരെയുള്ള കേസ് എന്തായാലും വരും. പണി വരുന്നുണ്ട് അവറാച്ച എടുത്തു വെച്ചിട്ടുണ്ട്. ഫോട്ടോസ് ഒക്കെ ഉണ്ട്. ഐഡിയ എല്ലാം ഉണ്ട്. ഇപ്പൊ ഒരു റീസെന്റ് ഒരു ഡാൻസിന്റെ ഒരു സംഭവം അതെങ്ങനെയാ അതിനകത്തേക്ക് വന്ന കഥകളായിട്ടും പറയും പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഡാൻസ് ഒന്നും അറിയില്ല, ക്ലാസിക്കൽ ഒന്നും അറിയില്ല. എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, പക്ഷെ എനിക്ക് ചെയ്യാൻ അറിയില്ല. അങ്ങനെ ഇപ്പം ഞാനിപ്പം മോനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് 8.5 മാസത്തിലാണ് എൻ്റെ മോളെ ഞാൻ സ്റ്റേജിൽ കയറ്റിയത്. അത് ശിവദം എന്ന് പറഞ്ഞ ആ പാട്ട് ഞാൻ തന്നെയാണ് പഠിപ്പിച്ചത്. ഇരുന്നിട്ട് ഓരോ സ്റ്റെപ്പ് പറഞ്ഞു കൊടുത്തു. അല്ലാതെ എനിക്കത് കളിക്കേണ്ട ആ ഒരു മെയ് വഴക്കൊന്നും എനിക്ക് വരില്ല. മോളെയും എൻ്റെ ചേച്ചിയുടെ മോളെയും ഞാൻ തന്നെയാണ് കയറ്റിയത്. അപ്പോൾ എനിക്കൊരു ഞാൻ പറഞ്ഞല്ലോ ഏട്ടൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ അത് പറഞ്ഞില്ലല്ലോ ഏട്ടനെ പരിചയപ്പെട്ട സമയത്ത് സൗമ്യ ചേച്ചി ഉണ്ടായിരുന്നു കൂടെ കസിൻ. അപ്പം ഞാനിങ്ങനെ ഏട്ടന് സീൻ എടുക്കാൻ പോയ സമയത്ത് ഞാൻ സൗമ്യ ചേച്ചി ഇരുന്നപ്പോൾ ഈ താടീൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചോദിച്ചപ്പോൾ ഏട്ടൻ ഇങ്ങനെ മരണത്തെക്കുറിച്ച് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ജീവിക്കണമെന്നില്ല പിന്നെ പല കാര്യങ്ങളും ലൈഫിൽ നടന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ കാക്കയായിട്ട് വരും, എനിക്ക് തൈരൊന്നും ഇഷ്ടമല്ല, അപ്പം നീ എനിക്ക് ആ ചോറ് തരരുത് ഇങ്ങനെയൊക്കെ സൗമ്യ ചേച്ചിയോട് പറയത്രേ. അപ്പം ഞാൻ വെച്ചു അത്രയും ഉള്ളിലുള്ളതുകൊണ്ട് ജീവിക്കണമെന്നില്ല. പിന്നെ ഈ ഏത് നേരം ഭയങ്കര സ്മോക്ക് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പം ഞാൻ ജീവിതം മടുത്തോണ്ടല്ലേ ഇതിങ്ങനെയൊക്കെ പറയുന്നത്, ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ ഇവരെ കഥ അറിഞ്ഞപ്പോൾ അതിൽ ചെറിയ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏട്ടനൊരു സോങ് ഇത് വലമ്പിരി ശങ്കിൽ എന്ന് പറഞ്ഞ ഏട്ടൻ്റെ യൂട്യൂബ് നോക്കിയപ്പോൾ കുറേ സോങ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ പാട്ട് വലമ്പിരി ശങ്കിൽ എന്ന് പറഞ്ഞ പാട്ടും ആ എഡിറ്റ് ചെയ്തതും എല്ലാം കാണുമ്പോൾ എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഫീല് ഞാൻ ഇരുന്ന് കരയും. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഏട്ടന് സർപ്രൈസ് കൊടുക്കാം, ഒരു റീൽസ് പോലെ ചെയ്യാം, അങ്ങനെയൊക്കെയാണ് ഞാൻ ആദ്യം കരുതിയത്. എന്നിട്ട് ഞാൻ മോളോട് പഠിപ്പിക്കാനൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് സമയമില്ല. ചേച്ചീൻ്റെ മോളോട് പറഞ്ഞപ്പോൾ അവളും ഡാൻസറാണ്, അവൾക്ക് സമയമില്ല. പിന്നെ ഗതികേടിന് ഏട്ടനോട് പറയാൻ നിവൃത്തിയുള്ളൂ, സർപ്രൈസ് കൊടുക്കാൻ പറ്റൂല. അപ്പം ഞാൻ കരുതി ഏട്ടാ എനിക്കിങ്ങനെ ഡാൻസ് കളിക്കണം, അത് എനിക്കറിയില്ല. അങ്ങനെയാണ് ഏട്ടൻ എൻ്റെ ഒരു ആഗ്രഹം അത് ഏട്ടന് വേണ്ടിയിട്ട് ഇങ്ങനെ ഗുരുവായൂർ ചെയ്യാനെന്നുള്ള ഒരു ആഗ്രഹത്തിൽ അങ്ങനെ ഗുരുവായൂരിന്ന് പോലും ഞങ്ങൾ ഡിസൈഡ് ചെയ്തിരുന്നു. അന്നേരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ പഠിക്കാൻ കൊണ്ട് ചേർത്തു. കുഞ്ഞുമോക്ക് ഷൂട്ട് ഉണ്ടാവും, ഞങ്ങൾക്ക് ഇങ്ങനെ ട്രാവൽ ഉണ്ടാവും, ഫംഗ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ആഴ്ച ഒരു ദിവസം പോകാൻ പറ്റി, 2 ആഴ്ച കഴിഞ്ഞ് ഒരു ദിവസം പോകാൻ പറ്റി. അപ്പോൾ ചില ദിവസം എവിടെയെങ്കിലും പോകാനുണ്ടാവും, എന്തെങ്കിലും വർക്ക് ഉണ്ടാവും. അങ്ങനെ ഓവർ എ പീരിയഡ് ഓഫ് ലെറ്റ്സ് സേ അബൌട്ട് 3 or 4 months 8 or 9 ക്ലാസ് കിട്ടി, 7 or 8 ക്ലാസ് കിട്ടി. അപ്പോൾ അത് മാക്സിമം ടൈം കിട്ടുമ്പോഴൊക്കെ എനിക്ക് കാറിലിരുന്ന് കളിച്ച് കാണിച്ചു തരും, അവിടെ ഇരുന്ന് കാണിച്ചു തരും. ഞാൻ വീട്ടിൽ നിന്ന് കളിക്കും, പക്ഷെ കാരണം പഠിച്ചിട്ടില്ല, ലൈഫിൽ ആദ്യമായിട്ടാണ്. എല്ലാവരും കളിക്കുന്ന ഒരു ഇതൊന്നും കിട്ടൂല, വഴക്കൊന്നും വരൂല. കാരണം എനിക്ക് സ്റ്റെപ്പൊക്കെ ഓർമ്മയുണ്ട്, പക്ഷെ അവര് കളിക്കുന്ന പോലെ കിട്ടൂല, അതൊന്നും വരൂല. പിന്നെ കൈ എവിടെ വെക്കണം അതൊന്നും ഞാൻ അങ്ങനെ പഠിച്ചൊരു വ്യക്തിയല്ലല്ലോ. അതില് ഓൺ ദി അതർ സൈഡ്
ഞാൻ തിയറിറ്റിക്കലി ഡാൻസ് പഠിച്ചു, പ്രാക്ടിക്കലി ഞാൻ കളിച്ചില്ല അധികം, പക്ഷെ ഭരതനാട്യം പഠിച്ചതാണ്. അപ്പോൾ തുടങ്ങുന്നത് തൊട്ട് ലൈക്ക് ഇൻവൊക്കേഷൻ തൊട്ട് ഇതെന്താണ് ഏതാണെന്നുള്ളതൊക്കെ മനസ്സിലാവും. കുഞ്ഞുമോൾ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് ഒരു വിരോധവും ഇല്ല, നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു, പഠിപ്പിച്ചത് അതേപോലെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ എങ്ങനെ വേണം, കാരണം ഒരു വർഷം തികയുന്നു. അപ്പോൾ സാധാരണ സെലിബ്രിറ്റീസ് ആലോചിക്കണം എന്ന് പറഞ്ഞാൽ വലിയ റിസോർട്ടിൽ ആൾക്കാർക്കെല്ലാം പാർട്ടി കൊടുത്ത് മറ്റേ പല കളറിലുള്ള വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ആൾക്കാർക്ക് ബോധമില്ലാതെ അവരതിൽ 4 ചീത്ത വിളിച്ച് അതിൻ്റെ വീഡിയോസ് വന്ന് അതിൻ്റെ കമൻറ്റിൽ ചീത്ത വിളിച്ച് ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ഇതാ ഇവർ കണ്ടോ, ഇതാ ഇവർ വന്നത് കണ്ടോ, ഇവരുടെ പാൻറ്റ് കണ്ടോ, ഇവരുടെ ഷർട്ട് കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ കമൻറ്റ്. അതൊന്നും വേണ്ട. അപ്പോൾ ഞാനും കുഞ്ഞുമോളും അനിയത്തി കുട്ടിയും കൂടെ ഞങ്ങൾ ഇത് ചെയ്തു, ശരി നമുക്ക് എന്തുകൊണ്ട് ഗുരുവായൂരിൽ ചെയ്തുകൂടാ. അപ്പോൾ കുഞ്ഞുമോളിന് എന്തായാലും ഇതുണ്ട്. അപ്പോൾ മോള് പറഞ്ഞു ഞാനും അപ്പോൾ പാടി ഒരു പാട്ടിന് ഡാൻസ് കളിക്കാം. ഓ ശരി. അപ്പോൾ മോളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു, കാത്തു പറഞ്ഞു, ആ ഞാനും ഉണ്ട്. ഓ ശരി. അനിയത്തി മോഹിനിയാട്ടം പഠിക്കുന്നുണ്ട്, കഥക്ക് പഠിക്കുന്നുണ്ട്, ശരി ഞാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ പ്രഭാഷണവും അളിയൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് ഡോക്ടറാണ്, അദ്ദേഹം പാടും, കണ്ണൂർ നിന്നുള്ള ഫ്രണ്ട്. അപ്പം ഞങ്ങളൊരു ഫാമിലി ആയിട്ട് കൃഷ്ണാർപ്പണം പറഞ്ഞ് വേറെ ഒന്നും ചെയ്തില്ല. ഞങ്ങൾ ആൾക്കാരെ അറിയിച്ചു ഇങ്ങനെ ഒരു ഇതുണ്ട്, ഒരു കാർഡ് ഉണ്ടാക്കിയിട്ട് ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഭഗവാന് സമർപ്പണമായിട്ട് കൃഷ്ണാർപ്പണം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ആയിട്ട് ചെയ്യുന്നുണ്ട്. ഒരു സ്ഥലത്ത് പോലും മോഹിനിയാട്ടമാണെന്നോ അല്ലെങ്കിൽ ഇത് അങ്ങനെയാണെന്നോ അങ്ങനെ എഴുതിയിട്ടേ ഇല്ല. ആ കാർഡ് ഇപ്പോഴും ഞാൻ ഒന്നും എഡിറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ ഉണ്ട്, എൻ്റെ ഫോണിലുണ്ട്, ഇപ്പോഴും ആർക്ക് വേണമെങ്കിലും കാണാം. മോഹിനിയാട്ടമല്ല. ഞങ്ങൾ ഞാൻ വലിയ സന്യാസിയൊന്നുമല്ല. എൻ്റെ പ്രഭാഷണത്തിന് കോമാളി എന്ന് പറഞ്ഞതും കുഞ്ഞുമോളുടെ ഡാൻസിനെ കളിയാക്കിയതും അതിനെ വേറെ പാട്ടിട്ട് റീമിക്സ് ചെയ്ത് സ്പീഡ് കൂട്ടി തോന്നിയാസം കാണിച്ചതും ഇതെന്ത് വൃത്തികേടാന്ന് പറഞ്ഞ് ഒരു പോർഷൻ മാത്രമായിട്ട് അയ്യോ എനിക്ക് കണ്ടിട്ട് എൻ്റെ ചങ്കിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 1000 ലൈക്ക് പോലും ഇല്ലാത്ത കുറേ ഈ നവയുഗ ഗുരുക്കന്മാർ അവർ മോഹിനിയാട്ടത്തിനെ സംരക്ഷിക്കാൻ നടക്കുന്നു. അപ്പോൾ ഈ മോഹിനിയാട്ടത്തിനെ സംരക്ഷിക്കുന്ന ആൾക്കാർ കഥകളി മോഹിനിയാട്ടവും വെള്ളത്തിനകത്ത് മുക്കി വെച്ച് സിനിമയിൽ കാണിക്കുമ്പോൾ പ്രശ്നമില്ല. ദിലീപേട്ടൻ ഡാൻസായിട്ട് മോഹിനിയാട്ടം കളിച്ചാൽ പ്രശ്നമില്ല. അപ്പോഴൊന്നും മോഹിനിയാട്ടത്തിൻ്റെ ഡ്രസ്സ് അവഹേളനമില്ല. കുഞ്ഞുങ്ങൾ ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ അത് വലിയ അവഹേളനമായി. ബിക്കോസ് ദേ നോ അവർക്ക് റീച്ച് കിട്ടും. 4.5 മില്യൺ അതൊക്കെയാണ് ആൾക്കാർക്ക് കിട്ടിയ റീച്ച്. ഞങ്ങൾ തെറി വിളിച്ചതിന് സമാധാനമല്ല, കഴിച്ചല്ല അല്ലേ? അല്ല ചോറ് നേരത്തെ പറഞ്ഞ ആ ചോറ് വാങ്ങിച്ച് കഴിച്ചാൽ കൊടുത്തല്ല അല്ലേ എല്ലാവർക്കും. ഇനിയും ഡാൻസ് ചെയ്യണം, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്യണം അല്ലേ? അതുകൊണ്ടാണ് സത്യഭാമ ടീച്ചറിനോട് ഇപ്പോഴും സത്യഭാമ ടീച്ചർ പിന്നെ ഇട്ട പോസ്റ്റിനെ പറ്റി ആരും പറയുന്നില്ല. ആദ്യം ഇട്ട പോസ്റ്റിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. ഞങ്ങൾ ചെന്ന് കണ്ട് കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. എൻ്റെ എന്താണ് അവസ്ഥ, എൻ്റെ ലൈഫിൽ എന്ത് കണ്ടിട്ടാണ് കുഞ്ഞുമോൾ ഇങ്ങനെ ആയത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പഠിച്ചത്, എങ്ങനെയാണ് പഠിച്ചത്, മുഴുവനും പറഞ്ഞു കഴിഞ്ഞപ്പം ടീച്ചർ പറഞ്ഞു ഇല്ല മോളെ നീ പഠിക്കണം, നീ കളിക്കണം. അങ്ങനെ ഗുരുക്കന്മാർക്ക് നെല്ലായി കൃഷ്ണൻ സാർ ഞാൻ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സാറ് ആ കമൻറ്റ് ഇട്ട പോസ്റ്റ് പോലും ഡിലീറ്റ് ചെയ്തിട്ട് പറഞ്ഞു ഇല്ല നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യും, കുഴപ്പമില്ല. നല്ല ആൾക്കാരുണ്ട്. അതെ അതെ അതെ. പക്ഷേ അതെ അതാ അവര് എഴുതിക്കൊണ്ടിരിക്കുക, കമന്റ് എഴുതിക്കൊണ്ടിരിക്കുക, ലൈവ് കണ്ടോണ്ട് കമന്റ് ചെയ്യുന്നത് ഇതായിക്കൊണ്ടിരിക്കണം. ഇനി ഒരു ചോദ്യം, അത് ലൈക്ക് ഞാനും ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി ഫേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഓൾമോസ്റ്റ് അത് പല സ്ത്രീകൾക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സൊസൈറ്റിയിൽ വരുന്ന ഒരു ജഡ്ജ്മെന്റൽ തോട്ട്, അതായത് സിംഗിൾ ആയിട്ടുള്ള ഒരു ഇപ്പൊ പറയാം ഏജ് ആണല്ലോ ഇവരുടെ പ്രശ്നം. 40 എബോ ആയിട്ട് കല്യാണം കഴിക്കാത്ത സ്ത്രീകൾ, ഭർത്താവ് മരിച്ച സ്ത്രീകൾ, ഡിവോഴ്സ് ആയിട്ടുള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ ഭർത്താവ് ഗൾഫിലായിട്ടുള്ള സ്ത്രീകൾ, അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും, വാഗ്ദാനങ്ങൾ വരും, കട്ടന്റെ ഇടയിൽ കൂടെ ചേർത്ത് പിടിക്കാൻ വരും. അപ്പോ അതെല്ലാം സ്ട്രെയിറ്റുമായിട്ടും ഹിഡനായിട്ടും, അതായത് ഹെൽപ്പ് ചെയ്യാൻ വരുന്നു എന്ന് പറയുന്നവരുടെ ബാക്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് വന്നപ്പോൾ എപ്പോഴെങ്കിലും ലൈക്ക് വിശ്വസിച്ചു, അതായത് നമുക്കറിയില്ലായിരുന്നു ഇയാളുടെ ഇന്റൻഷൻ ഇതാന്ന് അറിയില്ലായിരുന്നു, പക്ഷെ നല്ലൊരു മനുഷ്യനാന്ന് വിചാരിച്ച് വിശ്വസിച്ചിട്ട് എന്തെങ്കിലും ഒരു ലൈക്ക് അങ്ങനെ ഒരു ഹാർട്ട് അങ്ങനെയല്ല, ഇഷ്ടപ്പെട്ടില്ല, നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മീൻസ് നമുക്ക് ആ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമുക്കിപ്പോൾ അങ്ങനല്ല, ഞാൻ വേറൊരു തരത്തിലേ അല്ല പറയുന്നത്, നമുക്ക് എന്തിനേലും കൂടെ നിൽക്കാൻ ഒരാൾ, നമ്മൾ ഒന്ന് കെയർ ചെയ്യാൻ, എനിക്ക് അസുഖമാണെങ്കിൽ കുറവുണ്ടോ, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണോ എന്ന് ചോദിക്കാൻ, അത്ര ഞാൻ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ആർക്കാ പ്രോബ്ലം, നിനക്കല്ലേ പ്രോബ്ലം എന്ന് ചോദിക്കണം.
സത്യത്തിൽ ആർക്കാ പ്രോബ്ലം അത് അല്ലേ? അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നല്ല, ബട്ട് ആ ഒരു നമ്മള് പിന്നെ അത് കല്യാണ കുഞ്ഞുമോൾക്ക് പറയാനുള്ള ഡെലിക്കസിയും കൂടെ ഞാൻ ലെറ്റ് മീ ബി ആ ഒരു പാർട്ട്ണർ ഹു ക്യാൻ ഹെൽപ്പ് യു ഔട്ട് ഇൻ ദിസ്. ഒരാളെ വിശ്വസിച്ച് അവർക്ക് അവരുടെ നിന്ന് ഓൺലി കെയർ എക്സ്പെക്റ്റ് ചെയ്ത് അവർ എക്സ്റ്റോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ആ വാക്കതാണ്. അതായത് പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് പൈസ കുറേ വാങ്ങിച്ചുകൊണ്ട് പോവുക, പുള്ളിക്കാരിയെ കടത്തിലാക്കുക, എന്നിട്ട് പുള്ളിക്കാരിക്ക് ഒന്ന് വയ്യാണ്ടാവുമ്പോൾ നിനക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ നട്ടല്ലില്ലാത്ത അമ്മാതിരി നല്ല അച്ഛനമ്മമാർക്ക് ജനിച്ച ചില ആൾക്കാരുണ്ട്. 4 അപ്പോൾ ആ അച്ഛനമ്മമാര് ആലോചിക്കണമായിരുന്നു, എല്ലാ ആവശ്യം ഉണ്ടായിരുന്നു. അതെ അതെ, അച്ഛനമ്മമാരാന്നും പറയാൻ പറ്റില്ല ചിലപ്പോ. ശരി, ഫ്രണ്ട്സോ. ആ പിന്നെ ചില ആൾക്കാർ ഈസി അല്ലേ, കുഴപ്പമില്ല, വലിയ ചിലവുണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പം അതിൽ എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്, അറിയാത്ത ആൾക്കാരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ചിലരെയൊക്കെ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ കേൾക്കാറുണ്ട്, എനിക്കത് പ്രശ്നമില്ല. ബിക്കോസ് അവരങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ കുഞ്ഞുമോൾ അങ്ങനെയാവണമെന്നില്ലല്ലോ. സത്യം. അതിൽ ഒരു മഹത് വ്യക്തി കല്യാണത്തിന് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. കല്യാണം ഒക്ടോബറിലല്ലേ അവരുടെ എൻ്റെ ഞങ്ങളുടെ കല്യാണം അതിന് മുന്നേ നമുക്ക് കണ്ടുകൂടെ. എന്താ കാണേണ്ടത്? അമ്മയടുത്ത് ചോദിച്ചാൽ കാണിച്ചു തരില്ലേ? അച്ഛനില്ലേ വീട്ടില്? അച്ഛനും കാണിച്ചു തരും. അതെ, സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ് അല്ലേ? ഇപ്പോ സ്ത്രീകൾ ഒരു ബിസിനസ്, ഒരു ഓണ്ടർപ്രണർ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ പോലും ലൈക് പല ആൾക്കാരും ഉണ്ട് അവരുടേതായ രീതിയിൽ പോകുമ്പോഴും അവിടെ സൊസൈറ്റി പറയുന്ന അതിലും ഞങ്ങൾ എങ്ങനെ തെറ്റിപ്പിരിയിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ കല്യാണം കഴിക്കാതിരിക്കാം എന്നൊക്കെ ശ്രമിച്ച ആൾക്കാരുണ്ട്. കുഞ്ഞുമോളൊക്കെ വിളിച്ചിട്ട് വാർണിംഗ് കോളൊക്കെ പോയിട്ടുണ്ട്. അവനെ സൂക്ഷിക്കണം, അവനാള് ശരിയല്ല, വൃത്തികെട്ട സ്വഭാവമാണെന്നൊക്കെ പറഞ്ഞ് എന്നെ പറ്റി പറഞ്ഞ ആൾക്കാരുണ്ട്. അത് ആരാന്നും എനിക്കറിയാം. ആയിക്കോട്ടെ, അവരുടെ ആഗ്രഹമല്ലേ. നമ്മള് ഒറ്റപ്പെടുന്ന സമയത്ത് മീൻസ് 2 മക്കളെയും കൊണ്ട് വാടക വീട്ടിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അത് അനുഭവിച്ചിരിക്കാൻ മനസ്സിലാവല്ലോ. അന്ന് വർക്കൊന്നും ഇല്ലെങ്കിൽ പിന്നെ തീർന്നു. അപ്പം നമ്മൾ ആരെങ്കിലും കടം വാങ്ങിക്കും, അത് പിന്നെ കൊടുക്കാതിരിക്കുമ്പം പറയുന്ന ഡിമാൻഡ് വേറെ ആയിരിക്കും. അതെങ്ങനെയെങ്കിലും കൊടുക്കാൻ വേണ്ടി തീർന്നു. അതിന് നമ്മളെ ബന്ധുക്കളെ തന്നെ വിളിച്ചാലും ബന്ധുക്കൾ നല്ലതാ, ബന്ധുക്കൾ പോലും നല്ലതല്ല. അതെല്ലാം ടഫ് സിറ്റുവേഷനിൽ നമുക്ക് അറിയുള്ളൂ. ഞാൻ വാങ്ങിയ കടം എൻ്റെ ഏട്ടൻ തന്നെ തീർത്തിട്ടുണ്ട്, ഏട്ടൻ പോയി തീർത്തിട്ടുണ്ട്. കാരണം നമുക്കതിന് പറ്റൂല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കടം വാങ്ങിച്ചു ശരി. ഇല്ല, കുഞ്ഞുമോളുടെ സ്ട്രെസ് ലെവലിൽ ജസ്റ്റ് ടു മേക്ക് ഇറ്റ് ലൈറ്റ്, കുഞ്ഞുമോൾ വല്ലാണ്ട് എന്താ പറയുക, മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ജീവൻ കളയുന്ന. എനിക്കും മക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എനിക്ക് 2 പേരും, മുത്തം ദേവയും എനിക്ക് അങ്ങനെയാണ്. എസ്പെഷ്യലി ദേവയുടെ അടുത്ത് ഞാൻ സംസാരിക്കുമ്പോൾ അവൻ്റെ ചോദ്യങ്ങൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഇങ്ങനെ ചോദ്യം ചോദിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ തിരിച്ച് അങ്ങോട്ട് പഠിച്ചോന്ന് ചോദിക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ചോദിക്കണേ. അപ്പം ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ പഠിച്ചോന്ന് ചോദിക്കാൻ പാടില്ല. അപ്പോൾ ഉടനെ തന്നെ അത് ഈ പീകോക്ക് ബ്ലൂ ആണോ ഗ്രീൻ ആണോ എന്നൊക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചോദ്യം. അപ്പം അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഞാനും മോനും മോളും കൂടെ കാറിൽ പോവാ. അപ്പോൾ മോള് മെസ്സേജ് അയച്ചപ്പോൾ ആദ്യം അപ്പ എന്ന് അയച്ചിട്ട്, അപ്പോൾ പിന്നെ അത് ഡിലീറ്റ് ചെയ്യണ്ട, സോറി അമ്മ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുമൊക്കെ അയച്ചു. ഞാൻ ലൊക്കേഷനിൽ അപ്പൊ ഞങ്ങൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുക, കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ പോയതാ. അപ്പൊ കുഞ്ഞുമോളത് വായിക്കാം, അപ്പ സോറി അമ്മ, എന്റെ മോൾ എവിടെയോ പോയി എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് കരച്ച്. എന്റെ ഹെയർഡ്രസ്സർ വന്ന് എനിക്ക് സായൊക്കെ മാറ്റി നിക്ക് എന്റെ മോൾ എന്തോ പറ്റി, മോൾ എവിടെ? ഞാൻ എന്നിട്ട് പിന്നെ എന്നമ്മ ഞാൻ പിന്നെ ഇനി മേലെ സോറി ഇല്ല വാക്കിലാണ് ഉപയോഗിക്കുന്നത്. എഴുതിയത് അങ്ങനെയാ, അപ്പ സോറി അമ്മ. അപ്പൊ ഞാൻ എന്തെങ്കിലും പ്രശ്നമായോ? 2 ചിന്താഗതിയാണ്. കോളേജിൽ എന്തെങ്കിലും പ്രശ്നമായിട്ട് ഇനി വേറെ എന്തെങ്കിലും ഭീഷണി അതിനായിട്ട് പോലും എന്റെ കുഞ്ഞിക്ക് എന്തോ പറ്റി, 2ാമത് പറ്റുന്ന പോയി ഒളിച്ചോടി പോയാ. 2 ചിന്താഗതിയായിരുന്നു എനിക്ക്. എനിക്ക് എന്നെ ടെൻഷൻ. ഞാൻ അവരോടൊന്നും ഡ്രസ്സ് മാറാനായിട്ടില്ല. എൻ്റെ മോള് മെസ്സേജ് അയച്ചിട്ട് എനിക്ക് വിളിക്കുമ്പോ
അമ്മ ഞാനും അപ്പോൾ അല്ല, ഞങ്ങൾക്ക് ഈ ലൈറ്റ് മൂമെന്റ്സ് മതി. അതുകൊണ്ടാണ് ഞാൻ കമൻസ് വായിക്കാത്തത്. സോറി, നിങ്ങൾ കഷ്ടപ്പെട്ട് എഴുതുന്നുണ്ട്, എനിക്ക് വായിക്കാൻ സൗകര്യമില്ല. നിങ്ങളൊക്കെ വലിയ എഴുത്തുകാരായിരിക്കാം. സ്നേഹത്തിലാ പോകുന്നത്, ഇനിയും പോകും. ഞങ്ങൾക്ക് ഈ വഴക്കും ബഹളമൊക്കെ ഞങ്ങളുടെ ലോകത്തിനകത്തുള്ള ചെറിയ സ്പാർക്കിൾസ് വി റിയലി എൻജോയ് ഇറ്റ്. അത് മോള് വിളിച്ചിട്ട് എന്തെങ്കിലും അമ്മയുടെ അടുത്ത് പറയും, അതേ കാര്യം എൻ്റെ അടുത്ത് പറയുമ്പോൾ എൻ്റെ റിയാക്ഷൻ പ്രോബബ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ദേ ആർ ഓൾസോ ഗെറ്റിംഗ് എ ന്യൂ എക്സ്പീരിയൻസ്. അപ്പം അതൊരു ഞങ്ങളുടെ ലോകത്തിൻ്റെ സന്തോഷം അതൊക്കെയാണ്. അല്ലാതെ നിങ്ങളുടെ ഈ കമൻസിലൊന്നും പിറ്റേ ദിവസം തന്നെ പിരിയുന്നു പറഞ്ഞു, 2 മാസം കൊണ്ട് പിരിയുന്നു പറഞ്ഞു. 1 വർഷം കഴിഞ്ഞു, 2 മാസം എന്നിട്ട് ഇപ്പോഴും ഇനി ഞാൻ ഡാൻസ് കളിക്കുന്ന വീഡിയോയിൽ ഇത് പോയ 2 മാസം നോക്കാം, ആയുസുള്ളവരെ ഒന്നിച്ചു പോകും. ആയുസിന്റെ കാര്യം നോക്കുമ്പോൾ അല്ല, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിന്റെ ഫാൻസിനോട് ഞാൻ പറഞ്ഞത് സോറി തരില്ല. ഞാൻ വരൂല്ല, അത് തന്നെ വിളിക്കണ്ട. ഇനി കുറച്ച് ലൈറ്റ് ആവാം. എനിക്കൊരു പാട്ട് കേൾക്കാൻ തോന്നുന്നു. ഓ മഴ പാടും പാടിക്കാൻ എനിക്ക് അതിൽ ഇഷ്ടം. ശരി, സ്ഥിരം പാടുന്ന പാട്ടാ, കുഴപ്പമില്ല. ഓക്കെ. മഴ പാടും കുളിരായി വന്നതാരോ ഇവളോ, തെന്നലായി തണലായി ഇനിയാരോ ഇവളോ, അറിയാതൊരോ മൽപ്പീലി തിരയുന്നു തമ്മിൽ നാം, കാണാതിരുന്ന നേരമാകെ തനിയായി നാം, മഴ പാടും കുളിരായി വന്നതാരോ ഇവളോ. എന്റെ മനുഷ്യ പ്രേമിക്കാൻ തോന്നുന്നു. ഇങ്ങനെ കേൾക്കുമ്പോ വേറൊരു മൂഡിലേക്ക് അയ്യോ നല്ല രസം. സോ ഹാപ്പി. ഇനി ഒരു താരാട്ട് പാട്ട് ആള് പാടി പെട്ടെന്ന് ഉറങ്ങോ പാടി കൊടുത്താ? ഞാൻ ഉറങ്ങി കഴിഞ്ഞാ എനിക്കിനി പാത്രം കഴുകാനുണ്ട്, എനിക്ക് ഇനിയിപ്പോ പപ്പീസിന്റെ ഫുഡ് കൊടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ വണ്ടിയിലാണെങ്കിലും ഞാൻ കിടന്നുറങ്ങും. വീട്ടിൽ പിന്നെ ഡെയിലി പാടിത്തരുമ്പോ ഒക്കെ ഞാൻ പാടിത്തരുമ്പോൾ ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും, ഫോണൊക്കെ അങ്ങ് വീണിട്ടുണ്ടാവും. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാ ഒറ്റ നോട്ടാ വേട്ടം പാടും. ഞാൻ കുഞ്ഞുമോളെ ഉറങ്ങ്, ഇല്ല ഏട്ടാ എനിക്ക് പണിയുണ്ട്. ആ, ഞാൻ രാവിലെ എടുത്തിട്ട് തുണി അവിടെ ഇരിപ്പുണ്ട്, ഇവിടെ പപ്പീസ് അങ്ങനെ ചെയ്തിട്ടുണ്ട്, അവരുടെ ഫുഡ് ഇങ്ങനെ കൊടുത്തിട്ടില്ല, എനിക്ക് പാത്രം ശരി നീ പിന്നെ എപ്പോഴേലും ഉറങ്ങിക്കോ, ഞാൻ ഉറങ്ങട്ടെ, ഞാൻ പണിയെടുക്കാൻ പോകും. പക്ഷെ ഞാൻ 2 മണി 3 മണി വരെ വർക്ക് ചെയ്യും. ഓ, ഉറക്കിട്ട് പോകാനപ്പോ ഉറക്കം കുറവാണ്. ബാറ്ററി കുറവ്, ബാറ്ററി ഉറക്കേ ഇല്ല, വേറെ ലെവൽ മനുഷ്യരാ. ഇങ്ങനെ ഒരു വീട്ടിലൊരു ദിവസം നിന്ന് മീൻസ് നമുക്കിങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു മീറ്റിംഗ് ഉള്ളൂ. അപ്പം രാത്രി കിട്ടാ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് വന്നിട്ട് ഒന്ന് വന്നു. എന്നിട്ട് ഓക്കെ വന്ന വഴി ഉറങ്ങിയായിട്ടാ കേട്ടോ. ഇനി പൈന് കമന്റ് ഇടാൻ നിൽക്കണ്ട, ക്ഷീണം കൊണ്ട് ഉറങ്ങും. പിന്നെ ഉറങ്ങി. അല്ല, അവരങ്ങനെയല്ല, അവര് വേറെ അങ്ങ് ഉൾട്ടാങ്ങ് ചിന്തിക്കാൻ പോകും. അത് മാത്രം വിചാരം. പിന്നെ എന്നിട്ട് രാത്രി വീട്ടിൽ പോകുമ്പോ അമ്മയും പെങ്ങന്മാരൊക്കെ ഉണ്ട്, സൂക്ഷിച്ചു. അതുകൊണ്ട് ഭർത്താവ് ഞാൻ പുറത്താക്കുക, നിങ്ങൾ വേറെ സെപ്പറേറ്റ് ആയിട്ട്. പിന്നെ എന്നിട്ട് 1 മണിക്കാ 1:30 വിളിക്കാന്ന് 3 മണിക്കാ 1:30 ഞാൻ വിളിച്ച് കടത്തിയതാ. എന്നിട്ട് എന്നോട് ഉറങ്ങി, ഏട്ടനും ഉറങ്ങി. പിന്നെ ഞാൻ പോയി എല്ലാ പണിയെല്ലാം കഴിഞ്ഞ് ഞാനും ഉറങ്ങിയിട്ടാ. കുഞ്ഞോളെ ഞാൻ ഇറങ്ങുന്നേ, ഞാൻ സമയം നോക്കുമ്പോ 1:30 ഉറക്കില്ല. നമ്മള് പറഞ്ഞ സമയത്ത് വർക്ക് കൊടുക്കണ്ടേ, എന്നിട്ട് 3 മണി 3:30 എണീറ്റ് പോയി. കാരണം രാത്രി വണ്ടി ഇല്ലാത്ത സമയത്താണ് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ ഏറ്റവും ഉറക്ക് കുറവാണ്, നല്ലോണം ഉറക്ക് കുറവാണ്. ഇനി നമുക്കൊരു ഗെയിം സെക്ഷനിൽ പോവാം. ഇതിന് ബുദ്ധി വേണ്ട. അയ്യോ അതില്ല, ഞാൻ പറയാം, അതാണ് എന്റെ ഹൈലൈറ്റ്. അപ്പോ ദിവ്യോട് ചോദിക്കും, ക്ലൂ വേണേ ഇവൻ തരും. ശരി, ഉത്തരം കറക്റ്റ് പറഞ്ഞ യു വിൽ ഗെറ്റ് എ കിസ്. കയ്യിലൊരു കിസ്. ഓ പറഞ്ഞു തന്നോട്ടെ. ഉത്തരം പറഞ്ഞു നിനക്കറിയില്ല, ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര സിമ്പിൾ ആണ്. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ കൈ മാറ്റിപ്പോ. പറയണേ.
പറഞ്ഞേക്കണേ. മലയാളത്തിൽ ചോദിക്കണം. മലയാളത്തിൽ തന്നെ. ഓൺലി തിങ് ഈ പറഞ്ഞ പോലെ ഇതില് ബുദ്ധിയും ബോധമൊന്നും വേണ്ട. വളരെ ചിൽ അതാണ് എനിക്ക് പ്രശ്നം. എനിക്ക് സിമ്പിളാ. അവിടുന്ന് ഇതറിയാം, ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. സിമ്പിൾ ആണ്. 4 കാലുണ്ട്, നടക്കില്ല. തലയുണ്ട്, പറയില്ല. 4 കാലുണ്ട്, നടക്കില്ല. തലയുണ്ട്, പറയില്ല. ഇവിടെ ഉണ്ട്. സ്റ്റൂള്. തലയുടെ ഇതിലും വലിയൊരു സാധനം എനിക്ക് തരാൻ പറ്റില്ല. സ്റ്റൂളാണ്. ചെയർ, സ്റ്റൂള്. ഞാൻ, ചെടി, ലൈറ്റ്, ടേബിള്. അതെന്താ അങ്ങനെ പോണേ? കയ്യിലല്ലേ കിസ് ചെയ്യണേ ചോദിച്ചു. അതെ കയ്യിൽ തന്നെ കിസ് ചെയ്യണം. കൈ അവിടെ അല്ല. ഇതൊക്കെ 4 അല്ല, 1 2 3 4. ഇതാണ് സ്റ്റാൻഡിന്റെ കാര്യമാണ്. എനിക്കറിഞ്ഞൂടാ. അവിടെ ഇരി. സമയം കഴിഞ്ഞൂട്ടാ. ആദ്യത്തെ കിസ് പോയി പട്ടില്. അതല്ലേ കാണിച്ചോണ്ടിരുന്നത്. എങ്ങനെ ഇതാണ് ഹെഡ് ഓഫ് ദി ബെഡ്. സ്വകാര്യം പറഞ്ഞൂടെ? ഞാൻ അടുക്കേറിയിരിക്കും. അല്ല, ഞാൻ പറയാം, നീ അഭിനയിച്ച സിനിമയുടെ പേരുന്നു. ഓക്കെ, അതാ ഞാൻ പറയാം. ഭയങ്കര ഇതായിട്ട് ചിന്തിക്കണ്ട. ക്ലൂ ഇവൻ തരൂ. തന്നില്ല. അത് ശരിയല്ലേ? എന്നുവെച്ചാൽ നേരെ ഇങ്ങനെയൊന്നും കാണിച്ചു കൊടുക്കരുത് കേട്ടോ. ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഉറങ്ങാൻ ഉപയോഗിക്കുന്ന സംഭവം എന്താണ്? അടുത്തത് ഫാനാണ്. എന്നാലും ഞാൻ പറയാം കിടക്കാൻ. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ റിജക്റ്റ്. അല്ല, ഇനി ഇങ്ങനെ കാണിക്കരുത് പറഞ്ഞു. പിന്നെ എനിക്ക് മനസ്സിലാവില്ല. പറഞ്ഞാൽ ചിലപ്പോ സ്ട്രേറ്റ് ആൻസർ കൊടുത്താലോന്ന് വെച്ചിട്ട് എനിക്കതും പോയില്ല കേട്ടോ. ഉമ്മ ഒന്നും കിട്ടില്ലെന്ന് തോന്നുന്നു എനിക്ക്. റെയിൻബോയ്ക്ക് ശേഷം എന്താണ്? റെയിൻബോ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റെയിൻബോയ്ക്ക് ശേഷം എന്താണ്? റെയിൻബോയ്ക്ക് ശേഷം എന്താണ്? മഴവില്ല് കഴിഞ്ഞാൽ മനസ്സിലായി. വില്ല് കഴിഞ്ഞ് റെയിൻബോയ്ക്ക് ശേഷം എന്താണ്? മഴവില്ല് കഴിഞ്ഞ നിങ്ങളൊക്കെ വലിയ ബുദ്ധിജീവികളല്ലേ. അതൊക്കെ ബുദ്ധി വേണ്ട, ഇനി വേണ്ട കേട്ടോ. അതാണ് സ്ട്രെയിറ്റ് ക്ലൂ. ഇതിലും വലിയ ക്ലൂ ഇല്ല. അവനെ അവന്റെ മുഖത്ത് നോക്കിയിരിക്കണ്ടേ? ഞാൻ ഇവിടെ നോക്കിക്കോളാം. ചേട്ടൻ ഇവിടെ നോക്കിക്കോ. ആൽഫബറ്റിലുണ്ട്. മഴവില്ലായിട്ട് ചിന്തിക്കണ്ട. റെയിൻബോയ്ക്ക് ശേഷം എന്താണ്? റെയിൻ, മഴ, അങ്ങനെയല്ല. ഇത് പോസിറ്റീവ് ചോദ്യം. ഭയങ്കര കൂലങ്കുഷായിട്ട് ചിന്തിക്കരുത്. റെയിൻബോ. തിരിച്ചു കൊടുത്താൽ എന്താ പ്രശ്നം? അത് വേണ്ട. ഞാൻ റെയിൻബോ ഷോ ആക്കാൻ വേണ്ടിട്ടല്ലേ. ആ റെയിൻബോയുടെ അവസാനം എന്താന്ന് വിട്ടില്ലേ? റെയിൻബോ റെയിൻബോന്റെ അവസാനം എന്താ? RAINBOW. റെയിൻബോ. അവസാനം W. ഞാൻ പറഞ്ഞില്ല, ബുദ്ധി വേണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതിന് ബുദ്ധി വേണം. അതിന് ബുദ്ധി വേണ്ട. ഓക്കെ, ശരിയാണ്. ഇത് എളുപ്പം. കറിക്ക് മുന്നില് ഇലക്ക് പിന്നിൽ. കറിക്ക് മുന്നില് ഇലക്ക് പിന്നിൽ. ഇത് സിമ്പിളാ. കുക്കിംഗ് അറിയാലോ. കറിക്ക് മുന്നില് എല്ലാവരുടെ ബാക്കിൽ പോയിരിക്കുവോ? എല്ലാവരും. കറിക്ക് മുന്നില് ഇലക്ക് പിന്നില്. കറിക്ക് മുന്നില് ഇലക്ക് പിന്നില്. കറിയിൽ നമ്മൾ ഇടും, പക്ഷെ നമ്മൾ കഴിച്ചു കഴിയുമ്പോ ഇലയുടെ ബാക്കിലോട്ട് പോവത്. അപ്പൊ ഒരു മുടത്തും. അങ്ങനെ 3 ചോദ്യം ചോദിച്ചു. അതിൽ ഒരെണ്ണേ ശരി പറഞ്ഞുള്ളൂ. അപ്പൊ ഒരു കിട്ടി. ഓക്കെ, 2 കാര്യങ്ങളുണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റില്ല. ഇതിന് എന്തായാലും കമന്റ് എഴുതിക്കോളൂ. വയസ്സായ അവന്റെ ഒരു ആഗ്രഹം ഉമ്മ കൊടുക്കാൻ. അതെ, എന്റെ എന്റെ ഭാര്യക്ക് ഞാൻ ഉമ്മ കൊടുക്കും. എന്താണ് 2 കാര്യങ്ങളുണ്ട്. 2 things you can't have for breakfast. ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ നമുക്ക് 2 കഴിക്കാൻ പറ്റും. 2 ഇത് കഴിക്കാൻ പറ്റില്ല. 2 കാര്യങ്ങളുണ്ട് കഴിക്കാൻ പറ്റില്ല ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റേ കഴിക്കില്ല. പിന്നെയാണ് 2 കാര്യങ്ങൾ. പിന്നെയാണ് അതാ, നീ ബ്രേക്ക്ഫാസ്റ്റേ കഴിക്കില്ല. പിന്നെയാണ് നീ ബ്രേക്ക്ഫാസ്റ്റേ കഴിക്കില്ല. പിന്നെയാണോ? എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ എന്താ?
ഉടനെ ടി എന്ന് പറയും. കാരണം നേരത്തെ റെയിൻബോയുടെ അവസാനം എന്താന്ന് ചോദിച്ചില്ലേ? W. നമ്മൾ പറയും ഓ ഞാൻ ബ്രേക്ക്ഫാസ്റ്റേ കഴിക്കാല്ല, പിന്നെ ആണോ? നീ രാത്രി കഴിക്കുന്ന എന്താ? അല്ല പെണ്ണെ, തലച്ചോറ് കഴിക്കല്ലേ. ഇടി ലഞ്ചും ഡിന്നറും അത് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റുമോ? എന്നാണ് ഇങ്ങനെ ചോദിച്ചില്ല. ഞാനും അത്ര പറഞ്ഞു. അപ്പൊ പിന്നെ അങ്ങോട്ട് കൊടുക്കും. ഉത്തരം പറഞ്ഞതാരാ? അയ്യോ ഇതൊക്കെ എനിക്ക് ഓക്കെ. കഴുത്തുണ്ട് തലയില്ല. കഴുത്തുണ്ട് തലയില്ല. എന്തെങ്കിലും സാധനം ക്ലൂതാ? എന്റെ സൈഡിലുണ്ട്. കഴുത്തോട്ട് തലയില്ല. അതെ, കറക്റ്റ് ആൻസർ പറയുമ്പോ കൊടുത്താൽ മതി. കൈ എഴുതിക്കൊണ്ടിരിക്കല്ലെങ്കിൽ അതിനകത്ത് സിമ്പിളാ. എന്റെ അടുത്തിരിക്കണ്ട്. ഇവനല്ല. കഴുത്തുണ്ട് തലയില്ല. എന്റെ അടുത്തിരിക്കണ്ട്. എന്റെ അടുത്ത് നോക്ക്. അടുത്തെന്തോ നോക്ക്, ശരിക്കും നോക്ക്. എന്റെ അടുത്ത് ബ്ലൗസ്. ബ്ലൗസിന് കഴുത്തുണ്ട് തലയില്ല. അപ്പൊ ഇതെന്താ? എന്റെ തലയല്ലേ ഇത്? അത് ബ്ലൗസിന്റെ അല്ലല്ലോ. ഞാൻ ഇട്ടേക്കല്ലേ ബ്ലൗസ്. അത് ബ്ലൗസിന്റെ അല്ലല്ലോ. അങ്ങനെ സപ്പോർട്ട് ചെയ്യണ്ട കേട്ടാ. അടുത്തുണ്ടാ? എവിടാ? തൊട്ട് കാണിച്ചു. ആ എടുത്തു തരട്ടെ. രണ്ടെണ്ണം കൂടി കലക്കിയിട്ട് നല്ലോണം തരട്ടെ. പറ ക്ലൂ. അതെ, ഒരു ചുവന്ന കളറിലെ കൊച്ചുവിനെ കൊണ്ടുവന്നില്ലേ? ഏതൊക്കെ ആയിട്ട്? ഇപ്പൊ അടുത്തിരിക്കണതൊക്കെ ആയിട്ട് കുറച്ച് കണക്റ്റഡ് ആണ്. അതുണ്ടെങ്കിൽ ഇത് നടക്കും. നേരത്തെ ഇപ്പൊ കൊണ്ടുപോയി. കൊണ്ടുപോയാ? കാറിൽ വെള്ള കളറിലൊരെണ്ണം കിടപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓ ഇതെന്താ? ഇതെന്തൊരു ഇപ്പൊ മനസ്സിലായില്ലേ? എനിക്ക് അടുക്കളപ്പണി മാത്രമേ, തുണി വലിച്ചിടാനും മാത്രമേ അറിയുള്ളൂ. അതെ, ഇതൊക്കെ കൂടി പോകുന്നതാ. ഇതിനകത്തൊക്കെ കൂടി പോകുന്നതാ. തലയുണ്ട്, കഴുത്തില്ല. സിമ്പിൾ. കഴുത്തുണ്ട് തലയില്ല. അയ്യോ, കഴുത്തുണ്ട്. കഴുത്തുണ്ട് തലയില്ല. കുപ്പി തന്നെ. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ കാണുന്നില്ല. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ബോട്ടില്. ഇനി പറയണ്ട. ആ ഉമ്മ റിജക്ട്. അപ്പൊ ഒരു ഉമ്മ കിട്ടിയിട്ടുണ്ട്. മറച്ചു പിടിച്ചോണ്ടാണ് വേറെ തരാം. സത്യമായിട്ടും കാണുന്നില്ല. ഓക്കെ. ഈ അതായത് ഒരു റൂമിൽ ഫുള്ളായിട്ട് ഫില്ലാവും അത്. ആ ഒരു സംഭവം റൂം സ്പേസ് ഉണ്ടാവില്ല. ഒരു റൂമിൽ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യും, പക്ഷെ സ്പേസ് ഉണ്ടാവില്ല. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ എന്തല്ല ഇഷ്ടം പോലെ ഉള്ളത്? എന്തല്ലേ? ഒരു മോഡ് ലൈറ്റ് ഫില്ല് ചെയ്യല്ലേ ഇവിടെ? ഇവിടെ സ്പേസ് വേറെ വരുന്നില്ലല്ലോ. ചക്ക വേണം മുയലെത്ത മാതിരി കുറെ ഉമ്മ ഇട്ടുണ്ട്. ഇത് ഒരു ശിക്കാരി ശംഭു ആയി. ശിക്കാരി ശംഭു ആയി. പിന്നെ സിമ്പിളാ. നല്ല ക്വസ്റ്റ്യൻ അല്ലേ? മക്കളോട് ചോദിക്കാം. ഇതൊക്കെ ഞാനാ ഉണ്ടാക്കിയത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് അയച്ചു തരാം കേട്ടോ. ഇതൊക്കെ നല്ല, എനിക്ക് ഇത് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെയൊക്കെ ഉള്ളത്. എനിക്ക് അറിയില്ല. എപ്പോഴും വെറൈറ്റി ആയിരിക്കും ചായ് ടോക്സ് വിത്ത് വൈബഗുഡ് എന്ന് പറയുന്നത്. മനസ്സിലായി. ആ മനസ്സിലായില്ലേ? അഞ്ചാമത്തെ മനസ്സിലായി. അപ്പൊ ലാസ്റ്റ് ഇനി ക്വസ്റ്റ്യൻസ് വേണം. ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നിർത്തുകയാണ്. അതായത് സിമ്പിളാ. തവളയുടെ മുന്നിലുണ്ട്, കഴുതയുടെ ബാക്കിലുണ്ട്. തവളയുടെ മുന്നിലുണ്ട്, കഴുതയുടെ ബാക്കിലുണ്ട്. അപ്പൊ ഒരു ഉമ്മ കൊടുക്കും. താന്ന് ചോദിച്ചാണ് തരിക. താന്ന് ചോദിച്ചാണ് തരിക. അതെ, താന്ന് ചോദിച്ചു വാങ്ങിച്ചു. മറ്റേ എന്റെ സുഗന്ധന്റെ കോഡ്, വിജയന്റെ കോഡ്, എന്റെ വിജയന്റെ കോഡ്. ഇനി ഒരു ഇതിലാരാ ആക്ട് ചെയ്യാൻ ഭയങ്കര രണ്ടുപേരും ആക്ട് ചെയ്യാൻ പെർഫെക്റ്റ് അല്ലേ? അപ്പൊ ഈ ടാസ്ക് ദിവ്യക്കായിരുന്നു. അടുത്ത ടാസ്ക് നമുക്ക് ഏട്ടന് കൊടുക്കാം. മഴ വേണം. അത് ചായയാണ്, ഇത് കാപ്പിയാണ്. അതെ, അന്തസ് ചായയുടെ കൂടെ. എനിക്കിത് ധാരാളാ. അന്തസ് മറ്റേ ജോൺസൺ മാഷ്, ചായ, മഴ. അതാണ് കട്ടനല്ലേ? അതോ? അങ്ങനെയല്ല പറയുന്നത്. കട്ടൻ ചായക്കല്ലേ പറയുന്നത്. മഴ, ചായ, ജോൺസൺ മാഷ്, അന്തസ്. ഇത് കാപ്പി. ഇത് ഇളയരാജ കാപ്പി മദ്രാസ്. തരൂല. സർഫിട്ട് തരാന്ന് നേരത്തെ പോയിട്ട് അടിച്ചോ. ഇത് ആക്ട്രസും ആക്ടറിന്റെയും ഫേസ് ആണ്. അപ്പൊ അത് ഇങ്ങനെ കാണിച്ചു.
അത് ഇങ്ങനെ നീ എന്നെ കാണിക്കും. നോക്കാവൂ. നോക്കാതെ ഇങ്ങനെ നോക്കാം. അപ്പൊ ചേട്ടൻ അത് നോക്കിയത് കാണിക്കുമ്പോ അത് ആരാന്ന് പറയണം. ശരി. ഇവിടെ ലൈറ്റ് ഉള്ളത് കാരണം അങ്ങനെ കാണിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് അത് കാണും. കണ്ടില്ലല്ലോ, കണ്ടിട്ടില്ല. ഇതിൽ വെച്ചിട്ട് കാണിക്കും. എല്ലാം എന്നുണ്ടെങ്കിൽ ലൈറ്റ് അതിൽ വീഴുമ്പോൾ കാണും. താങ്കു അപ്പൊ കാണിക്കും, ഞാനിങ്ങനെ നോക്കാം. അങ്ങനെ കാണിക്കും. ഇങ്ങനെ കാണിച്ചാൽ മതി. ഇങ്ങനെ കാണിച്ചാൽ മതി. പഴയ നടി ഇതിനകത്ത് വെച്ച് കൊടുക്കാം. ദാറ്റ്സ് ബെറ്റർ. അല്ല ഇത് ജസ്റ്റ് കാണിച്ചാൽ മതി. അങ്ങനെ കാണിച്ചാൽ മതിയല്ലോ. ഇങ്ങനെ എടുത്ത് കൊടുക്കട്ടെ? എനിക്ക് അവിടെ കാണിച്ചാ പോരെ, ഞാൻ പറഞ്ഞ പോരെ. ഞാനല്ലേ കാണിക്കട്ടെ? ഓക്കെ, ആ കാണിച്ചിട്ട് അപ്പൊ എന്നാ ഞാനിത് ചേട്ടൻ്റെ കയ്യിൽ തരട്ടെ? അവിടുന്ന് കാണിച്ചാൽ മതി. ഐ കൻ സീ. അപ്പൊ മനസ്സിലാവോ? പിന്നെ ഞാൻ നോക്കൂല. വിശ്വസിച്ച്. അയ്യോ കുഞ്ഞുമോൾ ആ എന്റെ ഓക്കെ കുഞ്ഞുമോൾ. ഒരു മിനിറ്റ് ഒന്നുകൂടി കണ്ണടച്ചോ. ഞാൻ കണ്ടു. ഞാൻ അങ്ങനെ ശരി. കള്ളത്തരൊന്നും ചെയ്യും. കുഞ്ഞുമോൾ ഓ അത് തുറന്നോ? ഇനി നോക്കാല്ലേ. അപ്പൊ ഇത്ര നേരം നോക്കിയല്ലേ? കുഞ്ഞുമോൾ ശോഭന എനിക്ക് മനസ്സിലായി. ഇത് ഇന്റർവ്യൂല് പറഞ്ഞ സംഭവം പറ്റും. യാരത് ഇതിനു മുമ്പ് ഒരു സംഭവം അങ്ങനെ വന്നിട്ടുണ്ട്. കണ്ണടച്ചോ? ആ കണ്ണടച്ചോ. അങ്ങനെ ഇല്ല ഫുള്ള്. അല്ല ഞാൻ തന്നെ ചെയ്യുന്നത്. ആ ഓക്കെ. ഉർവശിയ ആ ഉർവശി ചേച്ചിയാ? തുറന്നു. ഷീല. ഇതിപ്പോ ഉമ്മ ഇങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമല്ലോ. എന്റെ കൊച്ചു മുതലാളി. ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ലേ? അടുത്ത് കണ്ണടച്ചോ. കണ്ണടച്ചോ? ഓ ഇല്ല, ഞാൻ നോക്കില്ല. ഞാൻ അങ്ങനെ ഇതെന്തായാലും ഒരു ഭംഗിയായിട്ട് രസമുണ്ട്. ഓക്കെ തുറന്നു. ആണോ പെണ്ണാ? അങ്ങനെ ആ ഇന്നസെന്റ് അല്ല പപ്പു. കണ്ണടച്ചോ. മറ്റേ റോഡ് റോഡറും കൊണ്ട് താമരശ്ശേരി ഫസ്റ്റ് ചോദിച്ചാൽ ആ കൊട കൊണ്ട് മറ്റേ മൺചിത്രത്താഴിൽ പോകില്ലേ? ഓക്കെ ആ ആണോ? കൽപ്പന ചേച്ചിയാണോ? വേണ്ട, ഈ കളി വേണ്ട. ഇവര് ജയിക്കുന്നു, ഞാൻ സമ്മതിക്കൂല. വേണ്ട, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. ഇത് അപ്പൊ ഞാൻ പിന്നെ ഇത് ഞാൻ ഐ എം ജസ്റ്റ് ലീവിങ്. അല്ല അല്ലല്ലേ? ആ ഓക്കെ. ഇത് കിട്ടാനാണ് ഇത് പാട്. ടഫായിട്ട് ചോദിച്ചാൽ മതി, ഈസി ആയിട്ട് ചോദിക്കണ്ട. മമ്മൂട്ടിയാ? ഞാൻ ആണല്ലേ? ക്രിസ് എന്റെ ഏട്ടനാ? എന്റെ ഏട്ടൻ. ഇനി കുറച്ചും കൂടെ ഉള്ളു. കണ്ണടച്ചോട്ടാ. ഇത് കുഴപ്പം. ഓക്കെ ഓക്കെ ഓക്കെ. ആണാണ്. ഓക്കെ. തീപ്പെട്ടി. തീപ്പെട്ടി തീ അതാണ് എനിക്ക്. ഇതെന്താ ഇങ്ങനെ വരക്കുന്ന എനിക്കറിയില്ല. ചന്ദന. ആദ്യത്തെ തീ തായാണോ? തീ. അതത്രേ ഉള്ളു പേര്? അത്രേ ഉള്ളു പേര്? ബാക്കി അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. തീ. ഇതെന്താ സാധനം? കുറി. ആ തീക്കുറിച്ചി. ഞാൻ പോവാ, നമുക്ക്. ഞാനില്ല. ഇത് തീ 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 ഇത് തീയല്ലേ? കത്തിക്കുമ്പോ തീയല്ലേ? ഇനി ഞാൻ ഒരെണ്ണം ഇവിടെ കൊടുക്കാണേ. ഞാൻ കാണിക്കുന്നില്ല, എന്താ പറയണത്. അതിങ്ങനെ പറയും. ഇവര് ജയിക്കുക, അപ്പൊ ഞാൻ കളം മാറ്റി. അവരൊരു ആക്ഷൻ കാണിച്ച പോലെ. ആ അയ്യോ അതിങ്ങനെ എനിക്ക് അങ്ങനെ കാണിക്കാൻ എനിക്കറിയാം. ആണാണ്. ജയശ്രീ അമ്പളിച്ചേട്ടനൊക്കെ നമ്മളെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പൊ ഞാൻ ഇവിടെ തന്നെ കൊടുക്കാം. ഞാനായിട്ട് കണ്ടുപിടിച്ച അത് കാണിക്കും. ഞാനായിട്ട് കണ്ടുപിടിച്ച ഇങ്ങനെയൊക്കെ കാണിക്കും. ഇനിയുണ്ടോ? ആ അത് ഇത് തന്നെയായിരുന്നു, ജഗദീശേട്ടൻ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞു. ആ ഞാൻ ഇവിടെ തന്നെ കൊടുക്കാം.
ഇത് ഞാൻ കാണിച്ചതാ ലാസ്റ്റ് വൺ. ഇതാണ് ദിവ്യ കാണിച്ചത്. വെൽക്കം ചൂട്ടി, നൈസ് ടു മീറ്റ് യു. ഇത് എളുപ്പം. പൃഥ്വിരാജ് ചായ എടുക്കട്ടെ. അതൊരു കോഡാണ് നമ്മള്. ഇവര് തമ്മിൽ ഭയങ്കര റെക്കോർഡ്. ഡെയിലി നിങ്ങൾ ഫുൾ ടൈം വീട്ടിൽ ഇങ്ങനെ ഗെയിം കളിക്കാറുണ്ടോ? ഞങ്ങൾക്ക് അതിന് സമയം കിട്ടാറില്ല. ഇത് നല്ലായിരുന്നു രണ്ടുപേരും ഇതില് ഈക്വലിക്കൽ. ഞാൻ തോറ്റു ഗൈസ്. ഒരിക്കൽ പൃഥ്വിരാജ് കാണിക്കാൻ ശ്രമിച്ച് തോറ്റ് തുന്നമ്പാടി പ്രശ്നമുണ്ടായി മനസ്സിലായതാ. അതാ മറ്റേ ജപ്പാനിൽ പോയ എന്റെ ചേട്ടന്റെ മോന്റെ പേരെന്താന്ന്, അതാ പൃഥ്വിരാജ്. ഒരിക്കൽ അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പഠിക്കും. എന്താ എപ്പോഴും ഇവിടെ പൊട്ടിച്ചു കൊടുക്കും. അപ്പൊ ഞാൻ കല്യാണത്തിനൊന്നും അതാ പൃഥ്വി സ്ഥിരമായിട്ട് തലമുണ്ട് പൊട്ടിക്കും. ഇപ്രാവശ്യം ഉണ്ടായിരുന്നല്ലോ. ഉണ്ട്. ഇല്ല ഇപ്രാവശ്യം വന്നില്ല. പ്ലാസ്റ്റർ ഉണ്ട്. ഇപ്രാവശ്യം പ്ലാസ്റ്റർ ഉണ്ട്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചാൽ നമുക്ക് നിർത്താം. അതിനകത്ത് എല്ലാം ഉണ്ട്. ശരി. ബുള്ളിംഗ് വേഴ്സസ് മെന്റൽ ഹെൽത്ത് ചേട്ടാ, അത് ഈ പല അച്ഛനും അമ്മമാർക്കാണല്ലോ മക്കൾ ഉണ്ടാവുന്നത്. അപ്പോ ഇത് ചിലപ്പോ അറിയാൻ പാടില്ലാത്തൊരു ഈ സിറ്റുവേഷൻ. പല അച്ഛനമ്മമാർ എന്ന് പറഞ്ഞാൽ പല അച്ഛൻ എന്നാണോ അതോ പല അച്ഛൻ അമ്മമാർ? ഇൻ ഓൾ സെൻസ്. ഓക്കെ. അതിലിപ്പോ ഇംഗ്ലീഷിൽ എന്തോ പറയല്ലോ, മൾട്ടിപ്പിൾ ഡാറ്റ് പേഴ്സണാലിറ്റി, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ടല്ലോ. അപ്പോ മേ ബി ചിലപ്പോ ഇതിനകത്ത് അറിയാതെ എല്ലാരും ചെയ്യുന്നു ഞാനും ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കോട്ടെ. അപ്പോ അത് എത്രത്തോളം ഒരാളെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു എഫക്ട് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിലോ, ഇപ്പൊ ഉദാഹരണത്തിന് നീ പോയി ജസ്റ്റ് കമന്റ് ഇട്ടോടാ, അത് നിനക്ക് നല്ല വ്യൂസ് കിട്ടും, ആ കമന്റിൽ കുറെ ലൈക്ക് കിട്ടും, അങ്ങനെ വിചാരിച്ചു പോകുന്ന ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഒരാൾ നല്ലതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൗണ്ടർ ചെയ്യാൻ വരുന്നവൻ ഹീറോ. ഓക്കെ, റൈറ്റ്? ഇപ്പോൾ മോഹൻലാൽ നല്ല ആക്ടറാണ് എന്ന് പറയുമ്പോൾ അവൻ്റെ സ്വഭാവം ശരിയല്ല എന്ന് പറയുന്നവൻ സംശുദ്ധൻ. ഹീസ് എ വെരി ഗുഡ് ഗായ്. ലാലേട്ടൻ ആസ് എ പേഴ്സൺ, അദ്ദേഹം സെറ്റിൽ വർക്ക് ചെയ്യണമെന്ന് എനിക്കറിയാം. എൻ്റെ റേഡിയോയിലെ ചെയർമാൻ ആയിരുന്നു അദ്ദേഹം. ഹീസ് ഗുഡ് ടുവേർഡ്സ് എവ്രി വൺ എന്നുള്ളത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. മമ്മൂക്കയും അതുപോലെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പണ്ട് വന്നിട്ടുണ്ട്. ദുൽഖർ ജനിച്ച ഞങ്ങളുടെ ഹോസ്പിറ്റലാണ്. അങ്ങനെ എല്ലാം ഉണ്ടായിട്ട് ആസ് എ പേഴ്സൺ ഐ വർക്ക് വിത്ത് ഹിം. നല്ലതാണ്. ഇപ്പം ഞാൻ എന്തെങ്കിലും അതിന് അഗെയിൻസ്റ്റ് ആയിട്ട്, ഇപ്പോൾ പല ആൾക്കാരും എനിക്കറിയാം അവരുടെ കഥയൊക്കെ എന്ന് പറഞ്ഞ ആ ഒരു ടോണിനാണ് ആൾക്കാർ ചെവി കൊടുക്കുന്നത്. സോ ഇഫ് സംബഡി സേസ് നല്ല കപ്പിൾ, ഇതൊക്കെ എത്ര ദിവസം എന്ന് തുടങ്ങുന്നതാണ് ഇതൊരു രോഗം. ഈ രോഗം ഇല്ലാത്ത ആൾക്കാർക്ക് നീ കമൻ്റ് ഇട്, നിനക്ക് പൈസ തരാം എന്ന് പറഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാമെന്ന ആ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഈ മൾട്ടിപ്പിൾ ഡാറ്റ് സിൻഡ്രോമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ, ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നവർ, കമൻറ്റ് ചെയ്യുന്നവർ, ഇത് എന്നെ എഫക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളുടെ അടുത്തവരാരെങ്കിലും നിങ്ങൾ ഇതാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു കംപ്ലീറ്റ്ലി ബ്രിങ് ദെയർ വേൾഡ് ഡൗൺ. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ കുഞ്ഞുമോളോട് പറഞ്ഞത്, നീ മോശമായിട്ട് ഒരു വാക്കും അങ്ങോട്ട് എഴുതാൻ പോകണ്ട. കാരണം അപ്പോൾ പിന്നെ അവരും നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം? അത് കുഞ്ഞുമോക്ക് അത് വലിയ പ്രശ്നമാണ്. പക്ഷേ ഐ എം സ്ലോലി ട്രെയിനിങ് ഹർ ടു ബി ബോൾഡ്. ബോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫക്റ്റഡ് ആവാതിരിക്കുകയല്ല. അഫക്റ്റഡ് ആയാലും ഐ ഡോണ്ട് കെയർ എന്ന ലെവലിലേക്ക്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെല്ലാം തേങ്ങയാണ് എന്നുള്ള ആറ്റിറ്റ്യൂഡ് അത് വെറും സ്ക്രിപ്റ്റഡ് ബോൾഡ്നെസ് ആണെന്ന് പറഞ്ഞു. ഈ സ്ക്രിപ്റ്റഡ് ബോൾഡ്നെസ് എന്ന് പറയുന്ന സാധനം എന്താണെന്നൊന്ന് ചെയ്ത് കാണിക്കാൻ പറയുക. കാരണം ഇറ്റ് കനോട്ട് ബി ഡൺ. ആസ് എ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ഐ നോ ആൾക്കാർക്ക് സ്ക്രിപ്റ്റ് ചെയ്ത് നമുക്ക് ഒരിക്കലും ബോൾഡ്നെസ് കൊണ്ടുവരാൻ പറ്റില്ല. ഉള്ളതുപോലെ. ഞാൻ സീരിയൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്തൊന്നുമല്ല. ഇതിപ്പോൾ ഞാൻ 90s 98, 99 ആ കാലത്തിൽ യൂട്യൂബ് വരുന്നതിന് മുന്നേ ഉള്ള സീരിയലിലൊക്കെയാണ് ഞാൻ അഭിനയിച്ച് തുടങ്ങിയത്. ആലപ്പുഴ മേഘം, ശ്രീഹരി സാന്ത്വനം, അക്കരപ്പച്ച, കുറേ സീരിയൽ ഞാൻ ചെയ്തിട്ടാണ് ദുബായിലേക്ക് പോകുന്നതും. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് മഹാഗുരു, കുടുംബവിളക്ക്, അങ്ങനത്തെ കുറേ സീരിയലെല്ലാം ചെയ്ത് മൗനരാഗം, തൂവൽ സ്പർശ എല്ലാം കഴിഞ്ഞിട്ടാണ് പത്രമാറ്റിക്ക് എത്തുന്നത്. അന്നും
ആൾക്കാർക്ക് എന്താ പറയുക ഈ കുറുകി ഇന്ന് എന്താ ചെയ്യുന്ന ഈവനിങ് എന്ന് ചോദിക്കുന്ന ആ സ്വഭാവം ഉണ്ടായിരുന്നു. ആ സമയത്തും ഞാൻ എനിക്ക് തന്നിട്ടുള്ള സമയത്ത് ഞാൻ പോയി വർക്ക് ചെയ്തിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതാണ് എൻ്റെ ശീലം. ബിക്കോസ് ഞാൻ തിരിച്ചു വരുമ്പം അവിടെ എന്നെ കാത്തിരിക്കുന്ന ഒരു അച്ഛനും അമ്മയുണ്ട്. അവരെനിക്ക് തന്നിരിക്കുന്ന അവരുടെ പേരാണ്. അത് നശിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. സോ ഐ എം ബോൺ ടു നല്ല അച്ഛനും അമ്മയും. അതേപോലെ കുഞ്ഞുമോക്കും അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ അച്ഛനും അമ്മയുടെയും പേര് ചീത്തയാക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് അതൊക്കെ വളരെ കോമൺ ആയിരിക്കാം. നിങ്ങൾക്ക് അച്ഛനമ്മയൊന്നും വിലയില്ലായിരിക്കാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാമായിരിക്കാം. ഇറ്റ്സ് ഓക്കെ. അവരുടെ മെൻ്റൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അവർക്ക് വിചാരിച്ച കാര്യങ്ങൾ നടക്കുന്നില്ല. അവർക്ക് സുന്ദരിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ കിട്ടുന്നില്ല. അല്ലെങ്കിൽ കല്യാണം കഴിച്ച അടുത്ത സമയത്താണ് അറിയുന്നത് വേറെ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിരുന്നു എന്നും. അതിൻ്റെ ഫ്രസ്ട്രേഷൻ ആവാം. അല്ലെങ്കിൽ ദേ ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ദേ ഹാവ്. നല്ല മക്കളില്ലായിരിക്കാം. അല്ലെങ്കിൽ നല്ല അച്ഛനമ്മമാരില്ലായിരിക്കാം. അച്ഛനമ്മമാർ ഇവരെ പീഡിപ്പിക്കുന്നുണ്ടാവാം. എനിക്കറിയില്ല. അപ്പോൾ ഇത് മുഴുവൻ തീർക്കേണ്ടത് എൻ്റെ നെഞ്ചത്താണെന്ന് ആരാണോ പറഞ്ഞു തന്നത് അവരോട് പറയുക, എനിക്ക് ഒരു പുല്ലുമില്ലാണ്ട്. കുഞ്ഞുമോളുടെ കാര്യത്തിൽ യെസ്, ഇതിപ്പോഴും ആലോചിക്കുക, ഇത് എന്താ ഈ പറയണത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം ഷീ ഈസ് നോട്ട് വെരി ഷുവർ. ഒന്നും മനസ്സിലാവാത്തതുപോലെ അങ്ങനെ കൺഫ്യൂസ് ചെയ്യിക്കാമായിരിക്കാം. പക്ഷെ ഞാൻ എപ്പോഴും കുഞ്ഞുമോളോട് പറയേണ്ട ഒരു കാര്യമുണ്ട്, എന്തൊക്കെ വന്നാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. അതെനിക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റുള്ളൂ. അവർ കമൻറ്റ് ഇട്ടാലും ഇട്ടില്ലേലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് ഇറ്റ്സ് എ ട്രൂത്ത്. അവരുണ്ടാവില്ല. കാരണം അവര് നമ്മളെ മരണം ആഗ്രഹിക്കുന്നവരാണ്. സത്യമായിട്ടും അതിന് ഇതിൽ തന്നെ കമന്റ്സ് ഒരുപാട് ഉണ്ട്. നിങ്ങളെ കണ്ട അന്ന് പച്ചവെള്ളം കിട്ടില്ല, നിങ്ങൾ മരിച്ചാലേ ഇവിടെ സമാധാനം കിട്ടുള്ളൂ കമന്റ് വരികയാണ്. പക്ഷെ നിങ്ങൾ നമ്മളെ കൊന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവൻ മരിക്കാൻ കുഞ്ഞുമോൾ എങ്ങനെയാണ് നോ ഇഷ്യൂ പഠിച്ചത്? അതുപോലെ ഇവരുടെ വീട്ടിൽ ഇവരുടെ അച്ഛനും അമ്മയും ഇവരോട് സംസാരിക്കുന്ന ഭാഷയാണ് ഇവർ എഴുതുന്നത് അല്ലേ? അപ്പോൾ അവർ പറയുന്നുണ്ടാവും, നിന്നെ കണ്ട ആ ദിവസം എനിക്ക് പച്ചവെള്ളം കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടാവും. ചിലപ്പോൾ ഈ എഴുതിയത് മുഴുവനും ഈ ഫിസിയോളജിയും ബയോളജിയും എല്ലാം അവരുടെ അച്ഛന് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം അവരെഴുതി തീർക്കുന്നു. അത് എഴുതി തീർത്തിട്ട് കാര്യമൊന്നുമില്ല. കാരണം എനിക്കതിൽ ഒന്നും ചെയ്യാനില്ല. ഈ സ്ക്രിപ്റ്റഡ് ബോൾഡ്നെസ് പറഞ്ഞ ആൾക്കാരോടും താങ്ക് യു വെരി മച്ച്. കാരണം ഏറ്റവും ഒരു പെയിൻഫുൾ സ്റ്റിൽ മനസ്സിലുള്ള ഒരു കമന്റ് എല്ലാം അതല്ലേ. എന്റെ മോളെ വെച്ചിട്ട് എന്നെ മോശമായിട്ട് സംസാരിക്കുന്നത്. അവള് ഭയങ്കര ബോൾഡായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. എനിക്കാണ് പറ്റാത്തത്. അവള് പിന്നെ അമ്മ എന്നെ കുറിച്ച് പറഞ്ഞത് കണ്ടില്ല അമ്മ, വലിയ തൊഴിലുറപ്പിനെയും പോയിക്കൂടെ, അതിന് എന്തെന്നാ ഇത് ചക്കപ്പോത്ത് അങ്ങനെ ഇങ്ങനെ മറ്റും അവളിങ്ങനെ. പിന്നെ ഏട്ടനും അവളെയും കുറിച്ചിട്ടൊക്കെ അങ്ങനെ അവളിത് കാണുന്നുണ്ട്. പക്ഷെ ഇനി അവളെ മനസ്സിലുണ്ടോ എൻ്റെ അടുത്ത് കാണിക്കാനായിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു അമ്മയാണ്, എനിക്കെന്തായാലും പൊള്ളും, നന്നായിട്ട് പൊള്ളും. അതുപോലെ പൊള്ളുന്നുണ്ട്, ഇല്ല അല്ല. എനിക്ക് അത്രയും സങ്കടം ഉള്ളിൽ നല്ലോണം ഈ കമൻസുകളും മൊത്തം വായിക്കുമ്പോഴുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരാളെ ജീവിതം വെച്ചിട്ടാണ് നിങ്ങളും കളിക്കുന്നത്. ഒരു വ്യക്തിക്ക് എത്രത്തോളം നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുമെന്നൊന്നും അറിയില്ല. നമ്മൾ മനുഷ്യരാണ്, കരിങ്കല്ലൊന്നും അല്ല നമ്മളെ മനസ്സും. അപ്പം അല്ലേ, നമ്മൾ ഇത്തിരി കുത്തി നോവിക്കുമ്പം എന്താ എപ്പം എങ്ങനെ സംഭവിക്കും. ഇനി എത്ര ആളുണ്ട് പറഞ്ഞാലും ഒരു നിമിഷം മതിയെല്ലാം ഒന്നും മിന്നിമായാൻ ഇവിടുന്ന്. അപ്പം ആ ഒരു ലെവലിലേക്ക് സത്യം മൈൻഡാണ്, പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഇന്നലെയും കൂടി ചിന്തിച്ചൊരു കാര്യമാണ്, ഇത് ലൈഫ് വേണമെന്ന് ആഗ്രഹിച്ചു. പിന്നെ ഇത് കൂടെ ഉണ്ടെന്ന് എപ്പോഴും പറയും. പക്ഷെ എന്നാലും ഉണ്ടല്ലോ, അങ്ങനെ പറയും, ഉണ്ട്, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എപ്പോഴും നിന്റെ കൂടെ ഉണ്ട് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ സമയത്ത് നമുക്ക് തോന്നുന്ന സമയത്ത് കൂടി ഉണ്ടാവോ? ഇല്ലല്ലോ. അത് വായിക്കരുത് എത്ര പ്രാവശ്യം ഞാൻ പറയാം, ആ ഒരു സംശയം വരാതിരിക്കാനാണ് കമന്റ് വായിക്കരുത്. അല്ല, കമന്റ് വായിക്കുന്ന പോട്ടെ. പക്ഷെ അത് എനിക്ക് തോന്നുന്നു നമ്മൾ ഓട്ടോമാറ്റിക്കലി വായിച്ചു പോകും അല്ലേ? ആ ഒരു എനിക്ക് ചിരിയാ വരിക. പാവം, ഇവരുടെ വീട്ടിൽ ഇതൊക്കെയാണല്ലോ അവർ കേൾക്കുന്നത്. ചിരിയില്ല, കാരണം എനിക്ക് അങ്ങനെ ഇത് എത്ര കാലം കൊണ്ട് ഇതിങ്ങനെ കേട്ടിട്ട് മനസ്സിന് വേദന. ഏതോ ഒരു മാന്യൻ പുള്ളിക്കാരൻ എനിക്ക് എന്താണ്, എനിക്ക് ഫിസിയോളജിക്കലി ഒരു പ്രോബ്ലം ഉണ്ടാവാം, അത് കാരണം വേറെ ആളെ തേടി പോവും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, ഇതെനിക്ക് സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ പറ്റില്ല, വീട്ടിൽ വരും കാണിച്ചു തരാം അല്ലേ? നമുക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റും. അല്ല, അത് അവർ തന്നെ എടുത്തോട്ടെ. അവർക്ക് കാണണമെന്ന് ആഗ്രഹമല്ലേ, പ്ലീസ് ഞാൻ കാണിച്ചു തരാം, എനിക്ക് പ്രശ്നമില്ല. പക്ഷെ വീട്ടിൽ വരണം. പിന്നെ ആ പറഞ്ഞ സാധനം ഇയാൾക്ക് ഉണ്ടാവില്ല. ആദ്യം ഉണ്ടാവില്ല. അത് ഇല്ലാത്തത് കൊണ്ടാണല്ലോ അത് കാണണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ എന്റെ വീട്ടിൽ താജ്മഹൽ ഇല്ല, അതുകൊണ്ടല്ലേ ഞാൻ താജ്മഹൽ കാണാൻ പോകുന്നത്. ചിലപ്പോ ഇല്ല താജ്മഹൽ ഭംഗിയില്ലെങ്കിലോ?
അപ്പോ അങ്ങനെ താജ്മഹലും കുത്തബ്മിനാറൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് വീട്ടിലില്ലാത്ത സമയത്താണ്. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ വരും, കാണിച്ചു തരാം. നോ പ്രോബ്ലം. അതെ, അപ്പം ഇത് ശരിയാവാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞത് ഏട്ടൻ പറഞ്ഞത് പറ, നമ്മൾ ഇത്രയും വേദനിപ്പിച്ചപ്പോ നമ്മൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. അതെ, അത്രേ ഉള്ളൂ. ഇത്രയും ഒരു മനുഷ്യനെ പരമാവധി നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ പറഞ്ഞ് തളർത്തുമ്പോഴും നമ്മൾ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു. ലോ ഓഫ് അട്രാക്ഷൻ, ലോ ഓഫ് അട്രാക്ഷൻ, ലോ ഓഫ് കർമ്മ. ലോ ഓഫ് കർമ്മ. എന്നെ എത്രത്തോളം നിങ്ങൾ ചീത്ത വിളിക്കുന്നു, കുഞ്ഞുമോൾ എത്രത്തോളം നിങ്ങൾ ചീത്ത വിളിക്കുന്നു, ഞങ്ങളുടെ ബാഡ് കർമ്മ മുഴുവനും നിങ്ങൾ വാങ്ങിച്ചെടുക്കുകയാണ്. താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ്. അത് നിങ്ങളെ ചുറ്റി വരും ബൂമറാങ്. അല്ല, ഞങ്ങൾ ഹാപ്പിയാണ്. അതെ അതെ അതെ, അങ്ങനെ ഉണ്ട്. ഒരു നെഗറ്റീവ് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞാൽ നെഗറ്റീവ് പറയുമ്പോൾ ആ വ്യക്തി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ആരെയാണോ പറയുന്നത് അയാൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ആ ഒരു അതാണ് ലോ ഓഫ് കർമ്മ സംഭവം തിരിച്ചു വരുന്നത്. അപ്പോൾ ഇവരിപ്പോ എന്തായാലും ഇവർക്കും ഇവരുടെ കുടുംബക്കാർക്കും അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും എല്ലാവർക്കും ഉള്ളത് ഓൾമോസ്റ്റ് ഇപ്പൊ എനിക്ക് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയം തൊട്ടുള്ളതെല്ലാം വാങ്ങിച്ചെടുത്ത്. അപ്പൊ നല്ല കാര്യം. അപ്പൊ വേണേ ടിക്കറ്റിന്റെ പൈസ അയച്ചു കൊടുക്കാം. അപ്പൂപ്പന് പണി അറിയാം. അതില് വന്ന കമന്റ്സാ. നമ്മളത്തെ കുറച്ച് തടി വെച്ചാ അപ്പൂപ്പന് പണി അറിയാം. അവരുടെ വീട്ടിൽ അങ്ങനെയാണ് എല്ലാവരും മണം വെക്കുന്നത്. ഇതൊന്നും എന്താ പറയാ, എന്തായാലും ലീഗലി കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്. അത് ചേട്ടൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. കാരണം ലീഗലി പോകുമ്പോൾ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ചെറുതൊന്നുമല്ല. എന്റെ ഏറ്റവും സങ്കടം എന്താന്ന് വെച്ചാൽ മേ ബി ഇതൊന്നും അറിയാത്ത പല ഗവൺമെന്റ് സർവൻസിന്റെയും പണി പോകും. കാരണം അവരൊക്കെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അത് മാത്രല്ല ചേട്ടാ, ഇപ്പൊ ഈ പുള്ളിയെ വിളിക്കുമ്പോ ആരാണെങ്കിലും ഇതൊന്നും അറിയാത്ത ഒരുപക്ഷെ ചിലപ്പോൾ അവരുടെ അച്ഛനും അമ്മയും വരെ ഇതിനകത്ത് കിടന്ന് കഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഞാൻ കേസ് കൊടുക്കുന്നു പറഞ്ഞതിൽ ഞാൻ കുഞ്ഞുമോൾ ഇല്ല, ഞാൻ കൊടുക്കുന്നില്ല. കാരണം 10 പേര് നമ്മൾ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ബാക്കി 90 പേര് രക്ഷപ്പെടും. ഇപ്പോഴും ഈ 90 പേര് രക്ഷപ്പെടും. പക്ഷെ എന്തിനാ 90 പേര് ചെയ്യാൻ പോയി അങ്ങനെ? അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ കുറേ ചോദിക്കാനുണ്ട്. പക്ഷെ 6:30ക്ക് ട്രെയിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. താങ്ക് യു സോ മച്ച്. ഭയങ്കര ഭയങ്കര സന്തോഷമായി. സത്യം പറഞ്ഞാൽ നല്ല ഭയങ്കരം എന്നുള്ള വാക്ക് ചീത്തയാണ്. ഭയം അങ്കുരിപ്പിക്കുന്നത് എന്തോ അത് ഭയങ്കരം. വൺ ദാറ്റ് ക്രിയേറ്റ്സ് ഫിയർ ഈസ് ഭയങ്കരം. ഞാൻ നോർമലി പൊതുവെ ഭയങ്കര രസമായിരുന്നു. അവസാനം ഞാൻ പറയാറുണ്ട് താങ്ക് യു സോ മച്ച്. അപ്പൊ നല്ല രസമായിരുന്നു. ഒരു ഇന്റർവ്യൂ ആയിട്ട് തന്നെ തോന്നിയില്ല, നല്ല രീതിയിൽ പോയി. നല്ല രസമായിട്ട് തന്നെ തോന്നി. ഇന്റർവ്യൂ ഞാൻ എനിക്ക് ആദ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ ഇന്റർവ്യൂവിനിപ്പോ നമുക്ക് ട്രെയിനിലിരുന്ന് പോഡ്കാസ്റ്റ് ഇന്റർവ്യൂ ട്രെയിനിലായിരുന്നു. അപ്പൊ ഗെയിം സെക്ഷൻ ഒക്കെ നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച്. അടിപൊളിയല്ല, അതും നല്ലതായിരുന്നു. എല്ലാം നല്ലതായിരുന്നു. ഓക്കെ, അപ്പോ ഇനി ഞാൻ ഇങ്ങോട്ട് പറയാം, അതാ നല്ലത്. ഓക്കെ, എനിക്ക് ഭയങ്കര സന്തോഷമായി. സോറി നല്ല സന്തോഷമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും നല്ല ഇതുണ്ടായിരുന്നു, ഇത് എങ്ങനെ എന്താന്നുള്ളത്. അപ്പൊ ഞാൻ ആദ്യമായിട്ടല്ലേ കാണുന്നേ. അപ്പോ ലൈക്ക് അങ്ങനെ മൊത്തത്തിൽ ഒരു ഇത് വന്നപ്പോൾ നല്ലൊരു സെക്ഷനായിട്ട് തന്നെ പോയി. സോ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് us. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. സൈബർ ബുള്ളിംഗ് എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ലീവ് ആൻഡ് ലെറ്റ് ലീവ് ഗൈസ്. അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു, അവരുടെ കാര്യങ്ങൾ അവർ നോക്കുന്നു. ഇതിനകത്ത് നിങ്ങളുടെ വീട്ടിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു പാരന്റിങ് കിട്ടാഞ്ഞിട്ടോ എന്തോ അപ്പുറത്തൊന്നും നടക്കണമെന്നുള്ള ഈ എത്തിനോട്ടം നിർത്തുന്നേക്കാൻ നല്ലത് സ്വന്തം കാലിൽ നിന്ന് സ്വന്തം കാര്യങ്ങൾ നോക്കി എങ്ങനെ നല്ല ലൈഫ് കൊണ്ടുപോകാൻ എന്നുള്ള കാര്യത്തെ പറ്റി ചിന്തിക്കുക. ലീഗലിലുള്ള കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ ഇവിടെ നിൽക്കുന്ന കാര്യങ്ങളല്ല, അത് മനസ്സിലാക്കുക. ഇത് ഞാനും പേഴ്സണലി പല സിറ്റുവേഷനിലും ത്രൂ മൈ വീഡിയോസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ ജാതി ഉള്ളത് തൂത്താ പോകില്ല എന്നുള്ള ചില ആൾക്കാരുടെ ഒരു സ്വഭാവം തന്നെയാണ്. സോ വീഡിയോസിന്റെ കമന്റ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് അത് അങ്ങനെ ഒരാളെ വിഷമിപ്പിച്ച് കമന്റ് ഇട്ടുകൊണ്ട് നിങ്ങൾക്കൊന്നും നേടാൻ പോകുന്നില്ല. കാരണം ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഓരോരുത്തർ ഇഷ്ടത്തിന് അവരുടേതായ രീതിയിൽ ജീവിച്ചു പോകുന്നു. ഇപ്പോഴും സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ഏറെക്കുറെ ഞാൻ പറയുകയാണെങ്കിൽ തന്നെ പ്രോപ്പർ പാരന്റിങ് ഇല്ലായ്മ അല്ലെങ്കിൽ വിവരമില്ലായ്മ അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ലായ്മ. ഒരാളെ വിഷമിപ്പിച്ചിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരാളെ വിഷമിപ്പിച്ചിട്ട് പറഞ്ഞ പോലെ പൈസക്ക് കമന്റ് ഇട്ട് ആ പൈസ കൊണ്ടുപോയി നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കോ ആയിരിക്കും. അത് ദഹിക്കില്ല. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ഗുഡ് വൈബ്സ്.